പറഞ്ഞത് മൊബൈൽ ഫോണിന് റേഡിയേഷൻ ഉണ്ട് എന്ന് ഇന്ന് വരെ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും ആരും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ എതിർക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ഇത് മൊബൈൽ ഫോൺ റേഡിയേഷൻ അല്ലെ ഹാംഫുൾ ആണ് എന്ന് നമുക്ക് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളോട് പറഞ്ഞ് തർക്കിച്ച് വിജയിക്കാനൊന്നും പറ്റില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, ഒരു 10 വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ ഇന്ത്യയിൽ മൊബൈൽ ഫോണിന് ഹാംഫുൾ ആണ്, അത് ക്യാൻസർ വരാൻ കാരണമാകും, ഇല്ലെങ്കിൽ അത് മെമ്മറി ലോസ്, അൽഷിമേഴ്സ്, ഡയമെൻഷ്യ, ഇങ്ങനെയുള്ള പാർക്കിൻസൺസ്, ഹോർമോൺ ഇംബാലൻസ്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ ന്യൂറോൺസ് ഡാമേജ് ആകുന്നതുകൊണ്ട് കുട്ടികളൊക്കെ ഈ വെർച്വൽ ഓട്ടിസം പോകും. അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ചൊരു പഠനം ഒരു 10 വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ പബ്ലിഷ് ചെയ്തേക്കാം. പക്ഷെ ഈ 10 വർഷം കഴിയുമ്പോഴേക്കും ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു റേഡിയേഷന്റെ ഇരകളായി തീർന്നിരിക്കും ഈ ലോകത്തിന്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഒരു പരിധി വരെ ഈ ബയോമാഗ്നറ്റിസവും മാഗ്നറ്റിക് തെറാപ്പിയും ഒക്കെ. ഇത് നമ്മൾ ഇന്ന് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠനങ്ങളൊന്നും പബ്ലിഷ് ചെയ്തൊന്നും ഇവിടെ എന്താ പറയാ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്കൊന്നും ഇപ്പോഴും ഒരു ബോധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, വളരെ നേരത്തെ മേഡം പറഞ്ഞതുപോലെ വീഡിയോ ഓഫാക്കാൻ പറ്റുന്നവർ ഓഫാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. അതുപോലെ അവനവന്റെ വീഡിയോ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് പറയാൻ കാരണം, നമ്മള് ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇത് സയന്റിഫിക്കലി ഇങ്ങനെയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇത്ര ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ക്ലിനിക്കൽ ട്രയൽ എന്നൊക്കെ പറയുന്ന സംഭവം നടത്തുമ്പോൾ എന്തായിരിക്കും, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് ആളുകളിൽ അല്ലെങ്കിൽ മൃഗങ്ങളിലൊക്കെ പരീക്ഷിച്ചിട്ടൊക്കെ അല്ലേ ഒരു മെഡിസിൻ ഒക്കെ പുറത്തിറങ്ങുന്നത്. എന്നിട്ട് പിന്നീട് വീണ്ടും അത് അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ കണ്ടിട്ട് അതെന്ത് ചെയ്യുന്നു, സംയുക്തങ്ങളൊക്കെ മാറ്റി പിന്നീട് വീണ്ടും ഇറക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ ഇവിടെ ഇപ്പൊ തന്നെ ഈ ഇരിക്കുന്ന 113 പേര് ഈ ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നം ഉപയോഗിച്ച് 113 പേരാ ഉള്ളതെങ്കിൽ നേരെ ഒരു 5 ഇരട്ടി, ഓരോ ആൾക്കും എക്സ്ട്രാ ഒരു 4 ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നടുവേദനക്ക് വാങ്ങിയതായിരിക്കും നിങ്ങളെ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാവും, തൈറോയിഡിന് വാങ്ങിയതായിരിക്കും നിങ്ങൾ BP നോർമൽ ആയിട്ടുണ്ടാവും അല്ലെ. ശരീരത്തിൽ എന്ത് ചെയ്യും, ട്യൂമറുകള്, ഫൈബ്രോയിഡുകൾ, ഇതൊക്കെ മാറിയതായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ മസില് എന്താ പറയാ വീക്കായി പോയിട്ട് മെഡിക്കൽ സയൻസ് ഇതുവരെ മെഡിസിൻ കണ്ടെത്താത്ത ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ ഇതൊക്കെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗർഭപാത്രം പുറത്തേക്ക് തള്ളിപ്പോയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് മാട്രസ്പേഡ് കിടന്നതിന് ശേഷം 35 വർഷത്തെ ഒരു സഫറിങ് മാറി കിട്ടിയ ഒരു ഉമ്മ നമുക്ക് പരപ്പനങ്ങാടിക്ക് അടുത്ത് കാണാൻ പറ്റും. ചുണ്ടിന് ക്യാൻസർ വന്ന് അവിടെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഫാത്തിമ മേഡം കൊടുത്ത ഒരു പ്രൊഡക്റ്റിൽ കിട്ടിയ റിസൾട്ട് അതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഈ റിസൾട്ട് ഒരു ക്ലിനിക്കൽ ട്രയലിന് വിധേയമാക്കുന്ന ഒരു ദിവസം നമ്മൾ വീട്ടിലിരുന്നാൽ മതി. മാഗ്നറ്റിക് തെറാപ്പി എന്നിട്ട് താഴെ പേരും ഈ ബയോട്ടോറിയം ഫാദർ പാസ്റ്റർ സ്കറിയ ജയപ്രകാശ്, പിന്നെ എന്താ പറയാ കൂട്ടാന്നുള്ള എന്താ ജയപ്രകാശ് സാറേ അതിന്റെ ബാക്കി. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ബോർഡ് വെച്ചിരുന്ന ആളുകൾ ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്ന പോലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കാലം ഇതുവരല്ല. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നമ്മളത് കാണണം. നമ്മൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യും, ആ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചോ. കാസർഗോഡ് വെച്ച് അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡുള്ള ഒരു MD ഡോക്ടർ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റ് സോറിയാസിസുമായി വന്ന പേഷ്യന്റിനോട് പറഞ്ഞു, ഇതിന് എന്റെ കയ്യിൽ പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല, എനിക്ക് തരാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് പോലത്തെ ഒരു മെഡിസിനാണ്, അത് അധികം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ലിവർ അടിച്ചു പോകും. നീ കൈക്ക് ഇങ്ങനെ ഈ ബാൻഡ് കെട്ടിയ ആളെ എവിടെയും കാണുമ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിനക്ക് എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് തന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഡോക്ടർമാർ പോലും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇനി ഞാനിത് ഇവിടെ പറയാൻ കാരണം, ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ കോൺഫിഡൻസിനാണ്. ഇത് പോയി കസ്റ്റമറോട് പറയരുത്, കസ്റ്റമർ കൺഫ്യൂസ് ആവും. മനസ്സിലാകുന്നുണ്ടോ? അത് പലപ്പോഴും ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം മുന്നേ ചെയ്തിട്ടുണ്ട്, പിന്നീട് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. പിന്നീട് നമ്മൾ ടീമിന്റെ 2 ഡേ ക്യാമ്പിലൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാണ്,
ഇതിൽ പറയുന്ന ഒരു കാര്യം കസ്റ്റമറോട് പറയാനുള്ളതല്ല. പക്ഷെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി വന്ന ഒരാളെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചോ. ഞാനൊരു PDF ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാം. വേണം സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. നമ്മള് ഇവിടെ ഒത്തുകൂടാൻ കാരണക്കാരനായത് നേരത്തെ നിങ്ങൾ മൗനമായി പ്രാർത്ഥിച്ച ഒരു സർവശക്തനാണെങ്കിൽ ഇന്നിവിടെ ഇരിക്കാൻ കാരണക്കാരനായത് ഈ ബയോട്ടോറിയം കമ്പനിയുടെ MD ഡോക്ടർ സാഗർ ജോഷിയാണ്. ആ സാഗർ ജോഷി സാറ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലേക്ക് ഒരു കണക്ഷൻ വരുന്നു. ആ കണക്ഷൻ ഏറ്റെടുത്ത മനോജ് സാറ് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു രൂപം കൊടുക്കുന്നു. ആ കമ്മ്യൂണിറ്റിയാണ് കേരളത്തിനകത്തും പുറത്തും ഇന്ന് അതിശക്തമായി ബിസിനസ് ചെയ്ത് വരുന്ന ഈ ബയോട്ടോറിയം കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ള ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ രാവിലെ ഒത്തുകൂടി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് മനോജ് സാറിനും അദ്ദേഹത്തിന്റെ കോർ മെമ്പേഴ്സിനുള്ള നന്ദി നമ്മൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് മാഗ്നറ്റിക് സയൻസ് അതുപോലെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഇതൊരു ടോപ്പിക്കാണ്. അപ്പോ എന്താണ് മാഗ്നറ്റ്? ഇതിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഒരു വസ്തു ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുന്ന ഒരു വസ്തു അല്ലെ, അതിനാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റ് അതിന് പേര് കിട്ടാൻ കാരണം ഗ്രീക്ക് ഷെപ്പേർഡ് മാഗ്നസ്, ഒരു മാഗ്നസ് എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ, ഒരു ബാലൻ, അവന്റെ ഇരുമ്പ് ദണ്ട് കൊണ്ട് ആട്ടിനെ ഇങ്ങനെ തെളിച്ചു പോകുന്ന സമയത്ത് ആ ദണ്ട് എന്ത് ചെയ്തു, ഒരു കല്ലിനോട് അട്രാക്ട് ചെയ്യുകയും അവിടെ പിടിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്ന സാധനത്തിനാ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പയ്യന്റെ പേര് മാഗ്നസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു എനർജിയെ മാഗ്നറ്റിക് എന്ന് അല്ലെങ്കിൽ മാഗ്നറ്റ് എന്ന് വിളിച്ചു എന്നാണ് ഒരു ഇതിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കാണുന്നത്. രണ്ടാമത് യൂറോപ്പിലെ മഗ്നേഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാഗ്നറ്റിസം കണ്ടെത്തിയത് കൊണ്ട് അതിന് മാഗ്നറ്റ് എന്ന് പേരിട്ടു. ഇത് രണ്ട് വാദങ്ങളാണ് നിലവിലുള്ളത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ക്ലിയോപാട്ര, അത് പല ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അവരുടെ ഫോർഹെഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചുട്ടികുത്ത് എന്ന് പറയില്ല നമ്മൾ ഇവിടെ നെക്ലേസ്, എന്താ പറയാ, അവരുടെ നെറ്റിയിലുണ്ട ഈ ഒരു നെക്ലേസ്, ഫോർഹെഡ്, അവിടെ ധരിച്ചിരുന്ന ആഭരണം അത് മാഗ്നറ്റ് ആയിരുന്നു. മാഗ്നറ്റിക് എനർജിയിലുള്ള സ്റ്റോൺ, കല്ലായിരുന്നു. അത് അവരുടെ സ്കിന്നിന് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി, ഓവർ ഫാറ്റ് ആവാതിരിക്കാന്, അവരുടെ സ്കിന്ന് ചുളിയാതിരിക്കാന്, അവരുടെ എനർജി കുറയാതിരിക്കാനൊക്കെ സഹായിച്ചിരുന്നു എന്ന് പല പഠനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പല ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇത് എന്താണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി. അതേപോലെ തന്നെ ഓൾഡൻ ഡേയ്സ്, പുരാതന കാലങ്ങളിൽ പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ് മാഗ്നറ്റ് ഹാവ് സം അൺനോൺ സീക്രട്ട് ഇൻവിസിബിൾ അൺഎക്സ്പ്ലെയിൻഡ് ഹിഡൻ പവർ. മാഗ്നറ്റിന് ഒരു ദൈവികത ഉണ്ട് എന്ന്, ഒരു ഹിഡൻ പവർ ഉണ്ട് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ ഈജിപ്തിലെ ക്ലിയോപാട്ര ധരിച്ചിരുന്നു. അപ് ടു the last 15th century, generally people know that magnet have two poles, one is north and other south. 15ാം നൂറ്റാണ്ടിലാണ് ഒരു മാഗ്നറ്റിന് അതിന്റെ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നത്. അതിന് മുന്നേ ഈ എന്താ പറയാ, പുരാതന കാലത്ത് ഇതൊരു എന്താ പറയാ സാത്താന്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയില്ല അന്ധവിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. ഒരു ചലിക്കുന്ന ഒരു കല്ലുകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ കാലഘട്ടത്തിൽ ആളുകൾ ഇതിന് ദുരുപയോഗം ചെയ്തിരുന്നു. സാത്താൻ, പ്രേതം ഇങ്ങനെയുള്ള ഈ കാറ്റഗറിയിലൊക്കെ പെടുത്തിയിട്ട് എന്ത് ചെയ്തിരുന്നു, ഈ കല്ലിനെ മാഗ്നറ്റിക്കിനെ എന്ത് ചെയ്തിരുന്നു, വിശേഷിപ്പിച്ചിരുന്നു പല പഠനങ്ങളും പറയുന്നുണ്ട്. 16ാം നൂറ്റാണ്ടില് സ്വിസ് സയന്റിസ്റ്റ് ക്ലെയിംഡ് ദ ഹീലിംഗ് പവർ ഓഫ് മാഗ്നറ്റ്. അത് പരാസലസ് ആണ്. അത് എന്ത് ചെയ്തു, 16ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ മാഗ്നറ്റിന്റെ ഹീലിംഗ് പവർ, നമുക്ക് ക്യൂർ തരാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ക്ലെയിം ചെയ്തത്. ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ഡോക്ടർ വില്യം ഗിൽബർട്ട് സ്റ്റാർട്ടഡ് ദ സയന്റിഫിക് സ്റ്റഡീസ്. Magnet therapy came existence and practiced
after exploration of magnetic power by father of homeopathy Dr. സാമുവൽ ഹനുമാൻ. സാമുവൽ ഹനുമാൻ മാഗ്നറ്റിക്കിന്റെ പവറിനെ കുറിച്ച് പഠിക്കുകയും അതിന് അദ്ദേഹത്തിന്റെ ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗൻ ഓഫ് മെഡിസിൻ അതുപോലെ മെറ്റീരിയ മെഡിക്കപുര എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഹീലിംഗ് പവറിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് പലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പുച്ഛിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് പഠിച്ചോ എന്ന് പറഞ്ഞ് അവരങ്ങ് ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കിയേക്കണം. അല്ലാണ്ട് അവരെ പിന്നാലെ അവിടെ ചത്ത് കിടന്നിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. നോർമലി മെയിൻ ആയിട്ട് 2 ടൈപ്പാണ്, 3 ടൈപ്പ് മാഗ്നറ്റ് ഉണ്ടെന്നാ പറയാ. ഒന്ന് ബയോമാഗ്നറ്റിക്കും ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക്കും. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് ഒന്ന് പെർമനന്റ് മാഗ്നറ്റ്, ഒന്ന് ബയോമാഗ്നറ്റ്, മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റ്, അങ്ങനെ 3 തരത്തില് മാഗ്നറ്റ് ഉണ്ട്. ഈ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതൊക്കെ ഞാൻ സ്പീഡാക്കി പറഞ്ഞു പോകുന്ന വെച്ചാൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമിയുടെ നോർത്ത് സൗത്ത് പോൾ അല്ലെ, അതിന്റെ ആ ഒരു പ്രതിഭാസം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഭൂമി ഈ അച്ചുതണ്ട് കറങ്ങുന്നു എന്ന് പറയുന്നതും ഭൂമിയുടെ ഗ്രാവിറ്റി ഫോഴ്സും മാഗ്നറ്റിക് എനർജി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതവിടെ കറങ്ങുന്നതെന്നും ആ കറങ്ങുന്നതിൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഭൂമി ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെ. എന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കുന്നത് എന്താണ്, അതിന്റെ ബാലൻസ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു റിതം കറക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഭൂമിയുടെ മാഗ്നറ്റിക് ആണ്. അപ്പോ അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്നത് വെച്ചാല് ഇതിന്റെ ഔട്ടർ കോറിൽ ഭൂമിക്ക് നമ്മൾ ഇതൊക്കെ പണ്ട് പഠിച്ചത് തന്നെ വീണ്ടും പഠിക്കുന്ന ആളുകൾക്ക് ദേഷ്യം പിടിക്കും അല്ലെ. നമ്മൾ ഈ പഠിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഈ പണിക്ക് വന്നത്. ഇവിടെ വീണ്ടും പഠിപ്പിക്കുന്നു, ഇതൊക്കെയാണ് നമ്മളൊക്കെ പ്രശ്നം. പക്ഷെ ഭൂമിയുടെ ഔട്ടർ കോറിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിച്ചാൽ എനിക്കും അറിയില്ല. കാരണം ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. 4 മണിക്ക് മഴ പെയ്യുന്നു മാത്രമേ ഇപ്പോഴും ഓർമ്മയുള്ളൂ ജോഗ്രഫി പഠിച്ചത്, ബാക്കി ഒന്നും ഓർമ്മയില്ല. ഇനി നിങ്ങളെ വീട്ടിൽ 8, 9, 10 ക്ലാസ്സിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജോഗ്രഫി ബുക്ക് വായിച്ച് നോക്കി ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. പിള്ളേരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഈ നമ്മുടെ ഭൂമി ഇങ്ങനെ പളർന്നു വെച്ച് കഴിഞ്ഞാൽ ക്രസ്റ്റ്, മാൻഡില്, ഔട്ടർ കോർ, ഇന്നർ കോർ ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ ഔട്ടർ കോറിൽ ഏകദേശം 1800, 3200 മൈൽ അടിയിലായിട്ട്, എന്ന് വെച്ചാൽ 2890 മുതൽ 5150 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിൽ അവിടെ എന്തുണ്ട്, തിളച്ചു മറിയുന്ന ഒരു അയൺ നിക്കൽ കടൽ ഉണ്ടെന്നാ പറയാ. എന്നുവെച്ചാൽ ഇരുമ്പും നിക്കലും അടങ്ങിയ ഒരു കടൽ, അതെപ്പോഴും 6000 ഡിഗ്രി സെൽഷ്യസ് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ സർഫേസിലേക്ക് വരുന്ന ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്നുള്ളതാണ്. അപ്പൊ കോമൺ ആയിട്ട് സാധാരണ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതിനുള്ള കുറച്ച് ഉത്തരങ്ങളാണ്. വാട്ട് ഈസ് എ മാഗ്നറ്റ്? An object which is capable of producing a magnetic field and attracting unlike poles and repelling like poles. ഒന്ന് ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, അതാണ് മാഗ്നറ്റ് എന്നത്. ഹൗ മെനി ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആർ ദർ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് പെർമനന്റ് മാഗ്നറ്റ്, അത് സ്ഥിര കാന്തം എന്ന് പറയും. മറ്റൊന്ന് ടെമ്പററി, താൽക്കാലികമായിട്ടുള്ള, അത് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. മൂന്നാമത്തെ ഇലക്ട്രോ മാഗ്നറ്റ്. ഇങ്ങനെ 3 തരത്തിലുള്ള മാഗ്നറ്റ് ആണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. NASA uses a neodymium magnet to help maintain muscular tone of Australian during space flight. അത് എന്ത് ചെയ്യും, നാസയുടെ സൈറ്റിൽ തന്നെ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പേസിൽ ഉപയോഗിക്കുന്ന അതിലൊക്കെ ജാക്കറ്റിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. MRI മെഷീനിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിയോഡിയം മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, സയന്റിഫിക് ഇൻസ്ട്രുമെന്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തില് ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ഡോളറിൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് നിയോഡിയം മാഗ്നറ്റ്. അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. ഹെൽത്ത് പർപ്പസിന് മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്ന വാനിറ്റി ബാഗിന്റെ സിബിന് പകരം ഇപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കുന്ന അടപ്പ് പോലും നിയോഡിയം മാഗ്നറ്റ് ആണ്. അപ്പോ ഇത് നമ്മുടെ ഈ ഒരു പർപ്പസിന് മാത്രമല്ല ഇത് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇനി ടെമ്പററി മാഗ്നറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പററി മാഗ്നറ്റ് താൽക്കാലിക മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്തതാണ് എന്ത്, ടെമ്പററി മാഗ്നറ്റ്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് ഒഴിവായി പോകും. പെർമനന്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ those magnet are commonly used. They are known as permanent magnet because they do not lose their magnetic property once they are magnetized. ഒരു പ്രാവശ്യം മാഗ്നറ്റൈസ് ചെയ്ത് വന്നു കഴിഞ്ഞ സമയത്ത് പിന്നീട് അത് നഷ്ടപ്പെടാതെ നിൽക്കുന്നതാണ് പെർമനന്റ് മാഗ്നറ്റ്. അത് നിയോഡിയം മാത്രമല്ല, വേറെ പല മാഗ്നറ്റുകളും ഉണ്ട്, റയർ എർത്ത് മാഗ്നറ്റ്. അതിൽ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള, ഏറ്റവും സ്ട്രോങ് ആയ മാഗ്നറ്റ് ആണ് നിയോഡിയം മാഗ്നറ്റ്. ദ കിങ് ഓഫ് മാഗ്നറ്റ് എന്നാണ് നിയോഡിയം മാഗ്നറ്റിനെ അറിയപ്പെടുക. മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് എന്ന് പറയും. മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന
മാഗ്നറ്റ് കൂടിയാണ് നിയോഡിയം. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദ ഇലക്ട്രോ മാഗ്നറ്റിക്? അത് ഒരു കോയിൽ, നമ്മൾ പണ്ട് സ്കൂൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഒരു കോയിൽ ചുറ്റി അതിന്റെ ഉള്ളിലൂടെ ഒരു ഇൻഡക്ഷൻ, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ജനറേറ്റ് ചെയ്ത്, ഇപ്പൊ ജനറേറ്ററിന്റെ ഉള്ളിലും മോട്ടറിന്റെ ഉള്ളിലൊക്കെ സംഭവം നടക്കുന്നുണ്ട്. ഈ 3 ടൈപ്പ് മാഗ്നറ്റുകളാണ് കോമൺ ആയിട്ട് പറയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ പെർമനന്റ് മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് തരുന്ന എനർജി, ഒരു ഓറ അല്ലെങ്കിൽ അതിന്റെ പവർ, ആ പവറിനെ ഈ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് പൊതുവെ കാണുക. അതുകൊണ്ടാണ് ഞങ്ങള് പലപ്പോഴും പലതും സംസാരിക്കുകയാണ്, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ല, നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന എനർജിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ബയോമാഗ്നറ്റിസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിക്കിപീഡിയ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും. ദ ഒറിജിൻ ഓഫ് ദ വേർഡ് ബയോമാഗ്നറ്റിസം ഈസ് അൺക്ലിയർ. ഇതുവരെ ആരാണ് ബയോമാഗ്നറ്റിസം എന്ന് പേരിട്ടതെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. നമ്മൾ ബിറ്റ്കോയിനെ കൊണ്ട് പറയുന്നുണ്ടൊക്കെയാണ്. ഓക്കെ, ബട്ട് സീംസ് ടു ഹാവ് അപ്പിയർഡ് സെവറൽ ഹൺഡ്രഡ്സ്, ഒരുപാട് വർഷങ്ങൾക്ക്, 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ വന്നപ്പോൾ. അത് വരാൻ കാരണം ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു തിസീസ് എന്നാണ് പറയപ്പെടുന്നത്. 1970-കളിലൊക്കെ എന്തുണ്ടായിരുന്നു, ഇന്ത്യയിലും ബയോമാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പിക്ക് അസോസിയേഷനും അവർക്ക് കൂട്ടായ്മയൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ഫസ്റ്റ് വാലിഡ് മെഷർമെന്റ് വാസ് ആക്ച്വലി മേഡ് ഇൻ 1960. 1963-ലാണ് ആദ്യമായിട്ട് അതിന്റെ ഒരു പഠനം നടക്കുന്നത് ഈ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ബട്ട് ദ ഫീൽഡ് ഓഫ് റിസർച്ച് ബിഗാൻ ടു എക്സ്പാൻഡ് ഓൺലി ആഫ്റ്റർ എ ലോ നോയിസ് ടെക്നിക് വാസ് ഡെവലപ്ഡ് ഇൻ 1970. 70-ലാണ് അതിന്റെ ടെക്നിക്കുകളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തത്. ഇത് യൂറോപ്പിൽ നടക്കുന്ന ഒരു സെഷനാണ്. നിങ്ങൾക്ക് ഇത് ഡോക്ടർ ഗാർഷ്യ എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ തന്നെ കിട്ടും. അതേപോലെ തന്നെ ഇത് എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മാഗ്നറ്റിക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടും മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തരുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ സെമിനാറുകൾ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇത് പിന്നെ എവിടെയോ നടക്കുന്ന സെമിനാറാണ്. അതിലിരിക്കുന്ന ആളുകളൊക്കെ ആ രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സും ഓഫീസേഴ്സും സയന്റിസ്റ്റുകളൊക്കെയാണ്. ഇതുപോലുള്ള പ്രോഗ്രാംസുകളൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അമേരിക്ക ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അമേരിക്ക ഇല്ല എന്ന് പറയുന്ന ആളുകളെടുത്ത് ചിലപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി എടുത്തു പറയേണ്ട ഒരു പഠനം, അല്ലെങ്കിൽ നമുക്കൊരു എടുത്തു പറയാൻ കാണിക്കുന്നത്, നമ്മൾ സാധാരണ ഈ ആസ്റ്റർ, അമൃത പോലത്തെ ഹോസ്പിറ്റലിൽ ഈ മുട്ടുവേദന അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ വെരിക്കോസ് അൾസർ, ഡയബറ്റിക് ഫുട്ട്, തീരെ ബ്ലഡ് ക്ലോട്ടായി ബ്ലാക്ക് കളർ അടിച്ചു പോയ സ്ഥലങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ്ഡ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയും. ആ തെറാപ്പി കൊടുത്തിട്ട് എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ അവരെന്ത് ചെയ്യും, അവിടെ ഹീൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യുന്ന രീതി ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അതേപോലെ അക്യൂപങ്ചർ ട്രീറ്റ്മെന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഇരുന്ന് കുറെ ആളുകൾ കാല് വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ടാവും. അത് വേദന കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ടെമ്പററി ആണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് പെർമനന്റ് ആണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഈ കാണുന്ന ഫോട്ടോ അലീഷ മൂപ്പൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആസ്റ്റർ മെഡിസിറ്റി അല്ലെങ്കിൽ ആസ്റ്റർ ഹെൽത്ത് കെയർ. അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധമാണ് ദ പവർ ഓഫ് പൾസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി. അതില് അവര് കറക്റ്റായിട്ട് പറയുന്നുണ്ട് PMF. അത് ഇന്നിപ്പം ഒരുപാട് ആളുകൾ ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ അതിനെ എന്ത് ചെയ്തു സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും വേദനക്ക് ആശ്വാസം കിട്ടാനും എന്താ പറയാ, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു മേഖലയാണ് എന്ന് അവർ വളരെ വ്യക്തമായിട്ട്. ഇൻ ദ റീസെന്റ് ഇയേഴ്സ് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഹാസ് വിറ്റ്നസ്ഡ് an unsurged in the exploration of alternative and complementary therapies. One such emerging modality that has garnered considerable attention in pulsed electromagnetic field therapy. By utilizing the power of electromagnetic field to stimulate the body's natural healing process, PMF therapy holds the potential to revolutionize the way we approach health and well-being. എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തില് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഹെൽപ്ഫുൾ ആണ് ഈ പൾസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി. അത് ഇന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. അവർ ആ മേഖലയിൽ ഈ വലതുഭാഗത്ത് നടുവിലുള്ള സെന്ററിൽ അവർ പറഞ്ഞിട്ടുണ്ട്, while some may dismiss PMF therapy as pseudoscience,
It is important to note that the growing body of research support its efficacy. ഇതിന്റെ എന്താ പറയാ, ഇത് എങ്ങനെയാണ് ശരീരത്തിൽ ബാധിക്കുന്നതെന്നോ ഇതൊന്നും പഠനങ്ങൾ ഇനിയും വരാത്തത് കൊണ്ട് തന്നെ ഈ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സയന്റിസ്റ്റ് പലരും ഇതൊരു സ്യൂഡോ സയൻസ് അല്ലെങ്കിൽ എന്താ പറയാ ഇത് സയൻസ് അല്ല എന്ന് വാദിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും ആ സ്റ്റേറ്റ്മെന്റിൽ. അപ്പൊ നമ്മൾ ഇത് എത്ര റിസൾട്ട് ഉണ്ടെന്ന് പറയുമ്പോഴും വേണമെങ്കിൽ ഇവർക്കൊക്കെ ഇതിനെ എതിർക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അവർ തൊട്ട് താഴെ തന്നെ അവർ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ന്യൂമറസ് സ്റ്റഡീസ്, എണ്ണമില്ലാത്ത പഠനങ്ങൾ ഹാവ് എക്സ്പ്ലോർഡ് ദ എഫക്ട് ഓഫ് PEMF തെറാപ്പി ഓൺ വേരിയസ് ഹെൽത്ത് കണ്ടീഷൻ. പല ആരോഗ്യ കണ്ടീഷൻസിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയതായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ എണ്ണമില്ലാത്ത പഠനങ്ങളുണ്ട് എന്ന് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നതാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മൾ ഏതോ ഒരു സ്കൂളിൽ പോവാത്ത ഒരാള് എന്റെ ഈ കിടക്കയും തലയണയും തട്ടിപ്പാണ് എന്ന് പറയുമ്പോ ചൂളിപ്പോകുന്നത്. ഇത് നമുക്ക് കോൺഫിഡൻസ് ഉള്ളതാണ് ഇത്. ഇനി ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിന് നട്ടല് തകർന്ന് കിടന്നുപോയ വീടുകളിൽ പല ഫാമിലിക്കും ഞാൻ ഷെയർ ചെയ്ത ഒരു സ്ക്രീൻഷോട്ടായത്. പക്ഷെ ഇതിലെ ദുരന്തം എന്താ വെച്ചാല് വെല്ലൂരിന്ന് പറഞ്ഞിട്ടുണ്ട് മകൻ നടക്കില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് നടക്കില്ല, ഭാര്യ നടക്കില്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് നമ്മൾ പോകുന്നത്. അവർക്ക് എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ഇനി നടക്കില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയാൽ ഒരു 10,700 കൊടുത്തൊരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ബുദ്ധി പോലും ചില ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ പേഴ്സണലി അതെന്റെ പരാജയമായിരിക്കും, ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മുടെ പരാജയമായിരിക്കും, നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. പക്ഷെ 2004 BBC ന്യൂസിൽ പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഇത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. മേ ബി ഈ ബൈക്കിന്റെ മുകളിൽ നിന്ന് ആക്സിഡന്റ് ആയിട്ട് അതേപോലെ പാർഷ്യലായിട്ട് സ്പൈൻ ഇഞ്ചുറി വന്ന ആളുകൾക്ക് ചലനശേഷി കിട്ടാൻ വരെ മാഗ്നറ്റിക് തെറാപ്പി കാരണമായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. The doctors of Imperial College London administered magnetic stimulation to the brain. തലച്ചോറിൽ മാഗ്നറ്റിക് ഫ്രീക്വൻസി കൊടുത്ത സമയത്ത് പീപ്പിൾ വിത്ത് പാർഷ്യൽ ഡാമേജ് ടു ദർ സ്പൈനൽ കോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് സെൻസേഷൻ കിട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ ഈ ചന്ദ്രലേഖ സിനിമയിൽ അതിന്റെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മളോട് പറയുന്നുണ്ട് ഒരു വിരളെങ്കിലും അനങ്ങി കിട്ടിയാൽ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അതുപോലെ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ കിടന്നൊരാൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിർബന്ധിച്ച് സ്നേഹത്തോടെ കൊടുക്കാൻ പറ്റിയാൽ അവരുടെ കയ്യോ കാലോ വിരളോ ഇറങ്ങി കെട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് അനങ്ങി കെട്ടിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപക്ഷെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ നിക് ഡാവി ഫ്രം ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ അത് കറക്റ്റായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒട്ടനവധി റിസൾട്ടുകൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് പഠിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഈ ഇടത് ഭാഗത്ത് കാണുന്നത് നമ്മുടെ ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ നാഗ്പൂരിൽ ഒരു 1 day ഓൺലൈൻ അവയർനെസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അഡ്വാൻസ്ഡ് നാച്ചുറൽ ബയോമാഗ്നറ്റിക് തെറാപ്പി. അന്ന് ആ പ്രോഗ്രാം അവിടെ പ്രസന്റ് ചെയ്തത് ഡോക്ടർ സാഗർ കുമാർ ജോഷി എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പല ആളുകൾ എന്ത് ചെയ്തത്, ഈ പ്രൊഡക്റ്റ് ആയി തന്നെ ഈ സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും അതേപോലെ തന്നെ MP മാരും MLA മാരും പൊളിറ്റീഷ്യൻസും ഒക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഈ സൂം പ്രോഗ്രാം എടുക്കുന്നു. അതേപോലെ അക്യൂപ്രഷർ ആൻഡ് അക്യൂപങ്ക്ചർ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിപ്ലോമ ഇൻ മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിപ്ലോമ ഇൻ മാഗ്നറ്റിക് തെറാപ്പി 2 സർട്ടിഫൈഡ് കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു തെറാപ്പിസ്റ്റ് ആകാൻ പറ്റും. ബയോട്ടോറിയം ചെയ്യുന്നില്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ആകാൻ പറ്റും. അങ്ങനെയും പറയാം പിള്ളേരോടൊക്കെ. ക്ലിയർ? എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, ജോയിനിങ് ആണ്. അത് ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ബീച്ചിൽ എടുക്കാൻ പറ്റും. പ്രഗ്യാൻ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യൂപങ്ക്ചർ ആൻഡ് മാഗ്നറ്റ് തെറാപ്പി MDA MT എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതിന് 1.5 ലക്ഷം രൂപ ഫീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പവർ ഓഫ് ബയോമാഗ്നറ്റ്, അതിന്റെ പഠനങ്ങൾ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പറഞ്ഞു. അതിലൊന്ന് എടുത്ത് പറയാനുള്ളത് വെച്ചാല് ദ ന്യൂവസ്റ്റ് മാഗ്നറ്റിക് തെറാപ്പി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് തെറാപ്പി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ വെസ്റ്റേൺ വേൾഡ് during the first international conference on biomagnetism which was held in Boston, USA in 1976. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു സെമിനാറിന്റെ ഫോട്ടോ. അതിൽ ഫസ്റ്റ് നടന്നിരുന്നത് 1976 അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത്
ദ ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ബയോമാഗ്നറ്റിസം അന്ന് അവിടെ ഉണ്ടായിരുന്നു. ബയോമാഗ്നറ്റിക് തെറാപ്പി ഈസ് ഗെയിനിങ് വേൾഡ് വൈഡ് പോപ്പുലാരിറ്റി including in Europe and USA with many celebrities, devotees and now in Asia. അപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുന്ന ഒരു ഹിസ്റ്ററിയാണ്. ഇറ്റ് ഈസ് പ്രൂവൺ ബൈ എക്സ്പേർട്ട്. ഇത് എന്ത് ചെയ്ത ബോഡി ദാറ്റ് ലാക്സ് ഓഫ് ബയോമാഗ്നറ്റിസം മേ കോസ് മെനി ഡിസീസ്. ഈ മാഗ്നറ്റിസം ഇല്ലാത്തത് കൊണ്ട് കുറെ ഡിസീസുകൾ ഉണ്ടാവും. സെല്ലുകൾ എന്ത് ചെയ്യില്ല, ഡാമേജ് ആവാൻ ഇതുണ്ട്. അതേപോലെ തിക്നെസ് ഓഫ് ബ്ലഡിന്റെ തിക്നെസ് കൂടും. അഗ്രവേറ്റിംഗ് ദ ബേർഡൻ ഓഫ് ഹാർട്ട്, ഹൃദയത്തിന് ആഘാതം ഉണ്ടാക്കും. അതാണ് അതിൽ ഏറ്റവും വലുത്. ആൻഡ് ബ്ലോക്കിംഗ് ദ സെഡിമെന്റ് ഇൻ സർക്കുലേഷൻ സിസ്റ്റം. അപ്പോൾ സ്ട്രോക്ക് വരാനോ അറ്റാക്ക് വരാനോ ഒക്കെ സാധ്യത വരുന്നത് ആ ഒരു കണ്ടീഷനിലാണ്. വിച്ച് വിൽ ലീഡ് ടു മെനി ഡിസീസ് ഫോർ ബ്ലഡ്, നെർവ്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഡിസോർഡർ ആവും. ഇതിനൊക്കെ തടയാൻ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് സഹായിക്കുന്നതാണ്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ സിംറ്റം ഓഫ് മാഗ്നറ്റിക് ഫെമിൻ വി ഷുഡ് അപ്ലൈ മാഗ്നറ്റിസം ടു അവർ ബോഡി റെഗുലർലി. ഹിയർ ആർ സം അതർ തിങ്സ് ടു നോ അബൌട്ട്. ഇത് ഞാൻ പല സൈറ്റിൽ നിന്ന് എടുത്തിട്ടിട്ട ഓരോരോ കഷ്ണമായതുകൊണ്ട് റിപ്പീറ്റേഷൻ വരുന്നത്. BC 350 അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിനെ കുറിച്ച് ഇന്ത്യയിലും പേർഷ്യയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഈ എന്താ പറയാ, ഈ സാഗർ ജോഷി സാറ് ഇന്ത്യയിൽ 2008 കമ്പനി തുടങ്ങിയ സമയത്തുള്ള ഒരു പ്രതിഭാസമല്ലത്. അദ്ദേഹം ഒരു 10 വർഷത്തെ റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യക്ക് പുറത്ത് മാർക്കറ്റ് ചെയ്തത്. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട്, നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടി. ഇങ്ങനെ വിചാരിച്ചാൽ മതി. ദ ചൈനീസ് were among the first civilization to use magnet for practical purpose around 200 BC. BC 200 കാലഘട്ടത്തിൽ ഇത് ചൈനക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 16ാം സെഞ്ചുറിയിൽ സർ വില്യം ഗിൽബർട്ട്, നിങ്ങൾ നേരത്തെ ഈ പേര് അവിടെ കേട്ടിട്ടുണ്ടാവും, ക്യൂൻ എലിസബത്തിന്റെ ഡോക്ടറായിരുന്നു. അപ്പൊ ചില്ലറക്കാരനല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്യൂൻ എലിസബത്തിന്റെ ഡോക്ടർ കോയിൻഡ് ദ ടേം ഇലക്ട്രോമാഗ്നറ്റിസം. അദ്ദേഹമാണ് ആ ഒരു പേര് എന്ത് ചെയ്യുന്നത്. He used stones to apply magnetotherapy on his patients. കല്ലുകൾ കൊണ്ട്, മാഗ്നറ്റിക് എനർജിയുള്ള കല്ലുകൾ കൊണ്ട് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്തിരുന്നതാണ്. The ancient Greek and Romans didn't find much engineering using magnetism. Some ancient authors wrote about the use of magnetism in architecture. പഴയകാല ആർക്കിടെക്ചറുകളിൽ ഈ ബിൽഡിംഗ് എടുക്കുന്ന സമയത്തൊക്കെ മാഗ്നറ്റിക് എനർജി യൂസ് ചെയ്തിരുന്നതാണ്. മേ ബി ഒരു പക്ഷേ ഇന്ന് വരെ നമ്മൾ കാണാത്ത ഗോപുരങ്ങളുടെ മുകളിലൊക്കെ കല്ലുകൾ, അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള പല ബിൽഡിംഗ് നിർമ്മിതികളിലൊക്കെ ഈ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നോർമലി അതിന്റെ പവർ അളക്കുന്നത് ഗോസ് പവറിലാണ് പണ്ട് കാലങ്ങളിൽ അളന്നിരുന്നത്. ഇപ്പോഴും ഗോസ് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ പിന്നീട് അത് ടെസ്ലയിലേക്ക് മാറി. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റിൽ വരുന്നതൊക്കെ ടെസ്ലയിലാണ് പവർ പറയാം. അപ്പം കുറഞ്ഞ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് 300 മുതൽ 700 വരെ ഗോസ് പവർ ആണ്. ഒരു മീഡിയം ഗോസ് പവർ എന്ന് പറയുന്നത് 800 മുതൽ 2500 വരെയാണ്. 2500ന്റെ മുകളിലോട്ടുള്ളത് ഹൈ ഗോസ് പവർ ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് ഒരു 3000 to 5000 ഗോസ് പവർ ഉള്ള മാഗ്നറ്റ് ആണ്. എന്ന് വെച്ചാൽ ഹൈ ഗോസ് പവർ ഉള്ള മാഗ്നറ്റുകളാണ് നമ്മുടെ പോർട്ടിലുള്ളത്. നിക്കോള ടെസ്ല ഒരു സെർബിയൻ അമേരിക്കൻ ഇൻവെന്റർ, റിസർച്ച് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ഈ മെഷീനറിന്റെ കറണ്ടിനെ അളക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്തു, ഈ ഗോസ് എന്നുള്ളത് മാറി അത് പിന്നീട് ടെസ്ല എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒരു ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഗോസ് പവർ ആണ്. 2 ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ഗോസ് പവർ. 3 ടെസ്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ 3000 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് നോക്കിയാണ്. ഓക്കെ. അപ്പൊ ടെസ്ലയാണ് ഇന്ന് ഉപയോഗിക്കുന്ന മാഗ്നറ്റിന്റെ പവർ കൗണ്ട് ചെയ്യാൻ സയന്റിസ്റ്റുകൾ, ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന മെഷർമെന്റ്. എന്റെ കൂടെ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത് നോളജ് ഓഫ് ദ പവർ ഓഫ് മാഗ്നറ്റ് lies behind the very old therapeutic treatment that has been well documented down through the ages. Its history is rooted in the pre-Christian cultures of the Chinese, Egyptians, Greek and others. അവിടെയൊക്കെ ആയിരുന്നു ഈ മാഗ്നറ്റിക് തെറാപ്പി യൂസ് ചെയ്തത്. 2750 BC, ഏകദേശം 3000-4000 വർഷം മുന്നേ ചൈനയിൽ എന്തിട്ടുള്ളത്
എലോ എംബറേഴ്സ് ക്ലാസിക് ഓഫ് ഇന്റേണൽ മെഡിസിൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന പോലെ ചൈനയിലുള്ള ഒരു ഗ്രന്ഥങ്ങളിൽ 2000 കൊല്ലം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ ബോഡിയിലെ ഇംബാലൻസിനെ പരിഹരിക്കാൻ മാഗ്നറ്റിസം കൊണ്ട് സാധിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ അക്യൂപങ്ക്ചർ തെറാപ്പികളിൽ മാഗ്നറ്റ് ഉപയോഗിച്ചിരുന്നുള്ളതാണ്. അപ്പോ ചൈനീസ് ഭാഷ അറിയാവുന്നവർക്ക് ഇത് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ചൈനയിൽ പോയിട്ട് MBBS ഒക്കെ അയച്ച ആളുകളുണ്ട്, അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. 1400 എന്ത് ചെയ്തിട്ടുണ്ട്, പെരാസലസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സീസർ എന്ന് പറയുന്ന അസുഖം എന്ന് വെച്ചാൽ അവസ്മാരം പോലെ വന്ന് തലപെട്ടി താഴേക്ക് വീഴുന്ന ഒരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കൂട്ടത്തില് അവസ്മാരത്തിന് റിസൾട്ട് കിട്ടിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോ അതെന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു അതിന്റെ പവർ എന്നുള്ളത്. 1890 അതേപോലെ തന്നെ ആനിമൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ് ഒരു തിസീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1954 ഒരു പഠനം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇലസ്കാൾ പോളിംഗ് റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി. ഒരു കെമിസ്ട്രിയിലുള്ള നോബൽ പ്രൈസ് ആണ്, ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് അദ്ദേഹത്തിന് കൊടുത്തത്. ദ ഡിസ്കവറി വാസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ബിക്കോസ് നോട്ട് ഓൺലി ദ അയൺ ദ ഓക്സിജൻ കാരിയർ ഇൻ ഹിമോഗ്ലോബിൻ, ഇറ്റ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ഇൻട്രാസെല്ലുലർ മെറ്റാബോളിസം. ഈ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഹിമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുമ്പോഴാണ് അതിലുള്ള RBCയിലുള്ള അയേണ് ഓക്സിജനെ കേരി ചെയ്യുന്നത് എന്നുള്ള ഒരു പഠനം 1954 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് നടന്ന ഓൾറെഡി ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ തലച്ചോറിലും ഹൃദയത്തിലും ഒക്കെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് പ്രോപ്പർ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, അത് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് മണ്ണ് ചവിട്ടുന്ന സമയത്ത് അതിനെ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് മണ്ണുമായിട്ട് ബന്ധം ഉണ്ടാണെന്ന് പറയുന്നത്. ഒരു പുരാതനമായ വേദഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നത് വെച്ചാല് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ ഉള്ളിലേക്ക് ജീവനെ എന്ത് ചെയ്തു, നിറച്ചു കൊടുത്തു. ആ നിറച്ചു കൊടുത്തത് എന്ത് ചെയ്തു, അത് പുറത്തു പോകാതിരിക്കാൻ ഒരു കല്ല് കൊണ്ട് അടച്ചു വെച്ചു എന്ന് പറഞ്ഞു. ഈ കല്ലെന്ന് പറയുന്നത് ഭൂമിയാണ്, അവരെ പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ്. അപ്പോ ഈ കല്ലിന്റെ പുറത്താണ് മനുഷ്യനെങ്കിൽ ജീവൻ അവിടെ ഉണ്ടാവും. അപ്പൊ തന്ന ആയുസ് ഒരു 120 130 കൊല്ലമൊക്കെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 150 കൊല്ലമൊക്കെ ജീവിക്കണമെങ്കിൽ ചെരുപ്പൊന്നും ചവിട്ടാണ്ട് കാട്ടിൽ ജീവിച്ചാൽ മതി എന്നാണ് ആ പറഞ്ഞതിന്റെ ശരിയായ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ പിന്നീട് തോമസ് കലക്ക് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലെ പ്രൊഫസർ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ അതിസൂക്ഷ്മ രക്തക്കൊഴലുകളിലേക്ക്, ഈവൻ കണ്ണിലേക്കൊക്കെ ഈ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ ഈ ഒരു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് പറ്റുമെന്നുള്ളത്. അതിന് ഏകദേശം 8,70,75,000 പൗണ്ട് ആണ് അന്ന് എന്ത് ചെയ്തത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, നാഷണൽ സെന്റർ ഫോർ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് ചെലവഴിച്ചെന്നുണ്ട്. അതേപോലെ തന്നെ മോറിസ് ആൻഡ് സ്കാൽക്ക്, ഇവർ രണ്ടുപേരും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്ലഡ് വെസലില് അതിസൂക്ഷ്മ രക്തക്കൊഴലിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്തത്, സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത്. അതിന്റെ കുറെ റിസർച്ചുകളൊക്കെ ഉണ്ട്. അതിന്റെ എന്താ പറയാ മെഡിക്കൽ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ കിട്ടും. ഈ 2007 അമേരിക്കൻ ജേർണൽ ഓഫ് ഫിസിയോളജി yielded affirmation result. It shows the magnet can also significantly reduce swelling if applied immediately after tissue trauma. ഒരു എന്താ പറയാ, ഈ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു, നീർക്കെട്ട്, ആ ടിഷ്യൂലേക്ക് നീർക്കെട്ട് വരുന്ന ആ സമയത്ത് തന്നെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇല്ലാതാക്കി എടുക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ ടിഷ്യൂ ഡാമേജ് ആവുന്നതിനെ തടയാൻ പറ്റും. അപ്പൊ അത്ര പോലും എന്തെങ്കിലും പഠനങ്ങൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ പിന്നെ ഗ്രാഫ്ലിംഗ്, ബയോളജിസ്റ്റ് ടെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാഫ്ലിംഗ്, അവിടെ നടന്ന പഠനം 2002 പബ്ലിഷ് ചെയ്തതാണ്. നമ്മുടെ ബ്ലഡിന്റെ RBC അല്ലെ, അല്ലെങ്കിൽ കോശങ്ങൾ, നമ്മൾ സാധാരണ അറിയുന്ന രീതി പറയുന്നത് നമ്മുടെ രക്തകോശങ്ങള് ഒരു പൊതു സ്വഭാവം ഉണ്ടാവും, അതിങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ. അപ്പൊ അതാണ് ഇടത് ഭാഗത്ത് കാണുന്ന ഫോട്ടോ, ബിഫോർ വെയറിംഗ് മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്. നമ്മൾ ഈ ബ്രേസ്ലെറ്റ് കയ്യിലേക്ക് ധരിക്കുമ്പോൾ ഈ വലത് ഭാഗത്ത് കാണുന്ന ഫോട്ടോയിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഈ കൂടിച്ചേർന്ന് നിൽക്കുന്നത് തന്നെ ഒഴുക്കി വിടുന്നതാണ്. അതിനെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവും. അപ്പൊ അതാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മെക്കാനിസം. അപ്പൊ ഇത് കയ്യിൽ കെട്ടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടോട്ടൽ ബോഡിയിൽ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ നമ്മുടെ മെയിൻ നെർവായ ഇവിടെ തന്നെ കിട്ടുന്നത് നല്ലതായിരിക്കും കുറച്ചും കൂടി. അപ്പൊ ഇത് എന്തിന്റെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജപ്പാനിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഈ ബ്ലഡ് ഫ്ലോയുടെ ഈ ഗ്രാഫ് പലരും കണ്ടിട്ടുണ്ടാവും.
ഈ റിസ്റ്റ് കിട്ടുന്ന സമയത്ത് ഈ എന്താ പറയാ മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ അതിന്റെ ഫ്ലോ കറക്റ്റ് ആവുന്ന ഗ്രാഫ്, അതൊക്കെ പഠനം നടത്തി പബ്ലിഷ് ചെയ്തത് ജപ്പാനിലാണ്. ജപ്പാനീസ് ആറ് എന്തുണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞത് ഡോക്ടർ കോയിഷി നക്കാവാക എന്ന് പറയുന്നത് ഇസൂസു ഹോസ്പിറ്റൽ ടോക്കിയോ അതിന്റെ ഡയറക്ടറാണ്. ഇത് 10,000-കണക്കിന് ആളുകളിൽ മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ട് മാഗ്നറ്റിക് ഓർണമെന്റ്സ് ധരിച്ചിട്ട് അവർ നടത്തിയ പഠനം. അതിൽ സ്റ്റിഫ്നെസ് ഓഫ് ദ ബാക്ക്, നമുക്ക് നടുവേദന എന്നൊക്കെ പറയൂല്ല നമ്മള്, ഷോൾഡർ പെയിൻ, അതേപോലെ തന്നെ നെക്കിൽ വരുന്ന വേദന, ഈ കഴുത്തിന്റെ വേദന, ചെസ്റ്റ് പെയിൻ, മൈഗ്രെയിൻ, മലബന്ധം, അതേപോലെ ഇൻസോംനിയ, ക്ഷീണം, ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചതായിട്ട് എന്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ താഴെ നിങ്ങൾക്ക് ഒരു പഠനം കാണാൻ പറ്റും. ജപ്പാൻ പഠനമാണ്. ഈ ഭൂമി ഉണ്ടായ കാലഘട്ടം മുതലുള്ള പ്രതിഭാസമാണ്. പക്ഷെ എന്ത് ചെയ്തു, കഴിഞ്ഞ 500 വർഷമായിട്ട് ഈ ഇരുമ്പിന്റെ അതിപ്രസരം കൊണ്ടും ഈ റേഡിയേഷൻ കൊണ്ടും ഇതിലെ ഇലക്ട്രിക്കൽ ലൈനുകളുടെ അതിപ്രസരം, ഇതൊക്കെ വന്ന സമയത്ത് കിട്ടേണ്ട അളവിൽ മാഗ്നറ്റിക് എനർജി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് തീരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? നമ്മൾ വീട്ടിൽ വൈഫൈ, കാറിൽ വൈഫൈ, കയ്യിൽ ഫോണ്, കീശയിൽ ഫോണ്, 4 ഫോണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താണ് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ എപ്പോഴും. എനർജി രാവിലെ എണീറ്റ് നല്ല പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി ചാർജ് ആയി വന്ന എനർജി അവിടുന്ന് ഇറങ്ങി വണ്ടി കയറുമ്പോൾ തന്നെ നമുക്ക് ഡിസ്ചാർജ് ആകും, അല്ലെ? അതേ സമയത്ത് നമ്മൾ റിസ്റ്റ് ബാൻഡ് കയ്യിലോ കാലിലോ ധരിച്ച് ഒരു സീറ്റ് കവറും വണ്ടിയിലിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ക്ഷീണമില്ലാത്ത ആളുകളെ നിങ്ങൾക്ക് ഈ ഒരു സൂം കാണാൻ പറ്റും, പുറത്ത് കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ സങ്കടം. 1986 ജപ്പാനിൽ നടന്ന പഠനം. പലരും പറയും എനിക്ക് നടുവേദനയാണ്. അപ്പൊ ഏതൊരു സാധാരണക്കാരൻ ചോദിച്ചാലും പറയും L4 L5 ഡാമേജ് ആണ്. എന്താണ് പറയുന്നത് അവർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇത് കേട്ട് പറയാണ് L4 L5 ഡാമേജ് ആണ്. ലംബാർ സ്പൈനിലുള്ള വേദന. 80ഓളം പേഷ്യന്റിന് 1986 ഇത്രയും ശാസ്ത്രീയമായിട്ട് ഇതിനെ കിട്ടാത്ത സമയത്ത് മാഗ്നറ്റിക് തെറാപ്പി കൊടുത്തുകൊണ്ട് 90% ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിലിരിക്കുന്ന നടുവേദനയുള്ള ഒരാൾക്ക് 10% ക്യൂർ ആയാൽ പോലും ആശ്വാസമാണ്, അല്ലെ? 86 എന്ന് സാഗർ ജോഷി എന്ന് പറയുന്ന മനുഷ്യൻ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് എനർജിന്റെ 4 ഇരട്ടി നമ്മുടെ ഈ മേട്ടസ്പേഡ് കിടന്നാൽ കിട്ടും. അതുകൊണ്ടാണ് ആളുകൾ 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. 2003 മുതൽ 2006 വരെയുള്ള 3 വർഷം കൊണ്ട് ഡോക്ടർ HC പെട്ര ഡോറിംഗ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിന്റെ 5000 ആളുകൾക്ക് ഈ മാഗ്നറ്റിക് ഓർണമെന്റ്സ് ധരിക്കാൻ കൊടുത്തിട്ട് ഇൻസോംനിയ, ഉറക്കമില്ലാത്തൊരവസ്ഥ, മൈഗ്രെയിൻ, ഇത് രണ്ടും 92% ആണ് അവരുടെ റിസൾട്ടിൽ പോസിറ്റീവ്. അപ്പൊ ഒരു റിസർച്ച് പബ്ലിഷ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പെർസെന്റേജ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ഇവിടെ കൊടുത്ത പ്രൊഡക്റ്റിനൊക്കെ 100% റിസൾട്ട്, അല്ലെ? മൈഗ്രെയിനും രാത്രി ഉറക്കമില്ലാത്തതിനും. ഇതൊക്കെ 2003 2006. നിങ്ങൾ കൊല്ലം ഓർമ്മിക്കണം. സാഗർ ജോഷി സാറ് ഈ സമയത്ത് ചിലപ്പോ പഠിക്കുന്നതായിരിക്കും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ കമ്പനി വന്നതിന് ശേഷം എവിടെയോ ഉള്ള സാധനം തട്ടിക്കൂട്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതല്ല. 2004 ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലില് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പേഷ്യൻസിന് 194 ആളുകളെ വെച്ച് നടത്തിയ പഠനത്തിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വേദന കുറച്ചെടുക്കാൻ വേണ്ടി നടുവിനും മുട്ടിനുമുള്ള വേദന കുറക്കാൻ പറ്റിയതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ ഇതിനെക്കുറിച്ചൊരു പഠനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2008 മലേറിയ വന്ന സമയത്ത് വാഷിംഗ്ടണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേദന കുറക്കാൻ വേണ്ടി മാഗ്നറ്റിസം കൊണ്ട് സാധിക്കുമെന്ന് ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2009 മാഗ്നറ്റിസം കണ്ടിന്യൂസ് ഫാസിനേറ്റ് റിസർച്ചേഴ്സ് വളരെ ആശ്ചര്യം ഉണ്ടാക്കി എന്ന് പറയുന്നത് പിന്നെ ഈ റിസർച്ചേഴ്സിന്. ഇൻ ദ ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ സ്റ്റഡി 29 പേഷ്യന്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വാദത്തിന്റെ വേദന കൊണ്ട് വന്ന 29 പേഷ്യൻസിനെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേദന മാറ്റാൻ വേണ്ടി അവർ പരീക്ഷ നടത്തിയിരുന്നു. ഒന്ന് പ്ലാസിബോ എഫക്ട്, ഇത് മനസ്സുകൊണ്ട് തോന്നുന്നതാണ് എന്നുള്ള സാധനം മാറ്റിയെടുക്കാൻ വേണ്ടി. കാരണം ഒന്ന് മനസ്സുകൊണ്ട് മാറ്റുന്ന ആളുകൾ വേറെ, മാഗ്നറ്റിക് ഫീൽഡിലുള്ള ആളുകൾ വേറെ. അതിൽ 79 പോയിന്റ്സ് ട്രീറ്റ്മെന്റ് വേഴ്സസ് ഓൺലി 10 പോയിന്റ്സ് ഇൻ ദ പ്ലാസിബോ. 10 പേർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നു, പ്ലാസിബോ എഫക്ട് കൊണ്ട്
10 പോയിന്റ് മാത്രം, അതായത് റിസർച്ചിന്റെ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾക്കാണ് മനസ്സുകൊണ്ട് മാറുന്നതെന്നുള്ള ഒരു രീതിയിലുള്ള കുറച്ച് ആശ്വാസം കിട്ടിയത്. മറ്റുള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പേഷ്യന്റ് സഫറിംഗ് ഫ്രം പെയിൻഫുൾ സിംറ്റം ഇൻ ഡയബറ്റിക് ന്യൂറോപ്പതി, ഈ എന്താ പറയാ ഡയബറ്റിക് ആയിട്ടുള്ള ന്യൂറോപ്പതി വന്നിട്ടുള്ള വേദനക്ക് ബേണിംഗ്, എന്താ പറയാ ഇൻഫ്ലമേഷൻ, അതാ വന്ന ആളുകൾക്ക് അറിയാം അല്ലെ, കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് അവിടെ വേദനകള്, തീപ്പൊള്ളുന്ന പോലത്തെ വേദന അല്ലെ, അതുപോലെ തന്നെ അതിങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന ഒരു അവസ്ഥ, അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റിയതായിട്ട് പഠനങ്ങളുണ്ട്. A similar study was done with the patient afflicted with Parkinson's disease, and the treatment group had a significant improvement in the several Parkinson's related symptoms compared to the placebo group. എന്ന് വെച്ചാല് പ്ലാസിബോ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് തോന്നുന്നതാണല്ലോ, ആ ഗ്രൂപ്പിനെ അപേക്ഷിച്ച് മാഗ്നറ്റിക് തെറാപ്പി കൊടുത്ത ആളുകൾക്ക് അത്ഭുതകരമായ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള പഠനങ്ങൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക്, ഈ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പാർക്കിൻസൺസ് കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ ഹോർമോൺ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യപ്പെടുമ്പോ ഈ ഡൊപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവാണ് പാർക്കിൻസൺസിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിലാകുമ്പോൾ ഹോർമോൺ ബാലൻസ് ചെയ്യപ്പെടും എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നടക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തൈറോക്സിൻ അല്ലെ, പാൻക്രിയാസ് ഗ്രന്ഥി ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇൻസുലിൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യപ്പെടുന്നതാണ്. നമ്മളാർക്കും മരുന്നോ അല്ലെങ്കിൽ മരുന്നിന് പകരമായിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇൻവിസിബിൾ അല്ലെ, ഇതുവരെ കാണാൻ പറ്റാത്ത ദൈവം പോലെ, എന്താണ്, രൂപമില്ല, ഭാവമില്ല, സൗണ്ട് ഇല്ല, ഒന്നുമില്ല അല്ലെ, നിരൂപം, നിരാകാരം അല്ലെ, നമുക്ക് കാണാനോ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും സ്പർശിക്കാൻ പോലും പറ്റാത്ത സെയിം എനർജിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ബോധം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു ചോദ്യം എന്നുള്ളത്. നമുക്കതിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധമില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റണം. ഈ റിസർച്ച് നമ്മളെപ്പോഴും പറയുന്നത് 1.3 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡിൽ 1 മിനിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ 20 to 30% ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയാൻ സഹായിക്കുമെന്ന് 2011 ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തു. 2021 അദ്ദേഹം വീണ്ടും റോഞ്ചി അട്ടാവോ എന്ന് പറയുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ പ്രൊഫസറാണ്, അദ്ദേഹം വീണ്ടും ഒരു പബ്ലിഷ് ചെയ്തു. Blood clotting causes by COVID-19, including Delta variant, has made this disease much more severe than other respiratory disease. മറ്റുള്ള ഈ റെസ്പിറേറ്ററി ആരോഗ്യ അസുഖങ്ങളിലേക്കാട്ടും ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ബ്ലഡ് എന്ത് ചെയ്യും, തിക്നെസ് കൂടുമ്പോൾ ഓക്സിജൻ ഫംഗ്ഷൻ ഒക്കെ എന്ത് ചെയ്യും, ഡിസോർഡർ ആവുന്നതാണ്. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള പ്രബന്ധം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ. നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ ഇരുന്ന് പഠിക്കുന്ന പിള്ളേർ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇത് an ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ് ആണ്. അമേരിക്കയുടെ ഒരു ഹെൽത്ത് മിനിസ്ട്രിയുടെ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ അതില് ഇതിന്റെ റെഫറൻസ് ആണ് നമ്മുടെ ലോഗോയിൽ, വാട്ടർ ആൻഡ് ഷിപ്പിന്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് ഈ വലത് ഭാഗത്ത് കാണുന്ന പിക്ചർ കാണാൻ പറ്റും. അവിടെ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ച ഈ ഒരു വെബ്സൈറ്റ് ആണ്. അതില് ഏതൊക്കെ അസുഖങ്ങൾക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അതിന്റെ പഠനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് ബുക്സുകൾ നമുക്ക് വായിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു മേഖലയാണിത്. ഇതിന് ഒരു 4, 5, 10 വർഷം കഴിയുമ്പോൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ എന്ത് ചെയ്യും, ഈ ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വരും. ഇപ്പൊ തന്നെ നിയോഡിയം മാഗ്നറ്റ് എന്താണെന്ന് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ടീച്ചർ. അപ്പോ അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. അല്ല നിങ്ങളെ വീട്ടിൽ 5, 6, 7 ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ബുക്ക് ഒന്ന് എടുത്തിട്ട് പഠിച്ചു നോക്കിയാൽ മതി. ലോകത്തില് 2 പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് മാഗ്നറ്റോ കാർഡിയോഗ്രാം MCG എന്ന് പറയും, മറ്റൊന്ന് മാഗ്നറ്റോ എൻസിഫലോഗ്രാം MEG എന്ന് പറയും. ഇത് രണ്ടും മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാന്തിക ക്ഷേത്രം എന്ന് പറയും മലയാളത്തിന്റെ, മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ തന്നെ മനുഷ്യന്റെ ബ്രെയിനിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് രണ്ടിനെയും കുറിച്ച് നടക്കുന്ന പഠനങ്ങളാണ്. ഈ 2 പഠനങ്ങളും ഇപ്പോൾ വളരെ എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്റ്റീവായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന്റെ ആരോഗ്യം എന്തായിരിക്കും, പമ്പിങ് കറക്റ്റ് സഹായിക്കും, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ, ന്യൂറോൺസിന്റെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുമെന്ന് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾ ഹൈപ്പർതെർമിയ ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളിപ്പോ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു കീമോ കൊടുക്കുമ്പോൾ എല്ലാം
കോശങ്ങളെ ബാധിക്കും അല്ലെ. പക്ഷെ മാഗ്നറ്റിക് ഹൈപ്പർതെർമിയ എന്ന് പറയുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് ക്യാൻസർ കോശങ്ങളെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാത്രം സെലക്ട് ചെയ്ത് നശിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതിൽ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പഠനങ്ങളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ താഴെ കാണുന്ന BPT എന്ന് പറഞ്ഞാൽ ബയോ മാഗ്നറ്റിക് പെയർ തെറാപ്പിയാണ്. അത് കൂടുതലുള്ള മലേഷ്യയിലാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു സർട്ടിഫൈഡ് കോഴ്സാണ്. ഇപ്പൊ നമ്മളിവിടെ അക്യുപങ്ചർ ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ BPT ആണ്. അവര് 30,000-ഓളം പല US ഫിഷ്യന്മാർക്കും അക്യുപങ്ചറിസ്റ്റുകൾക്കും പരിചിതമല്ലെങ്കിലും കഴിഞ്ഞ 30 വർഷമായി മെക്സിക്കോ, ഇക്വഡോർ, സ്പെയിൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ 30,000-ലധികം പ്രാക്ടീഷണർമാരെ BPT പഠിപ്പിച്ചു. നിലവിൽ മെക്സിക്കോ, ഇക്വഡോർ, ചിലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ വിഷയമാണ് ബയോ മാഗ്നറ്റിക് പെയർ തെറാപ്പി എന്ന് പറയുന്നത്. അതിന് പകരമാണ് നമ്മുടെ മാഗ്നറ്റിക് ഷൂവും മാഗ്നറ്റിക് ചപ്പലും, അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് പാഡ്, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇത് മലേഷ്യയിലാണ് എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ് യൂണിറ്റ് മെഡിക്കൽ ഡെവലപ്മെന്റ് ഡിവിഷൻ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മലേഷ്യ, അവിടെ അംഗീകരിച്ചൊരു ട്രീറ്റ്മെന്റ് ആണ്. പിന്നീട് ഇത് ബയോ മാഗ്നറ്റിസം എന്ത് ചെയ്തു, ആദ്യകാലങ്ങളിൽ ഇതൊക്കെ തട്ടിപ്പാണ്, ഇത് പിന്നെ എന്താണ് പാരമ്പര്യ വൈദ്യത്തിനെ കുറ്റം പറയുന്ന പോലെ പറഞ്ഞിരുന്നതിനെ രണ്ടാമത് സയന്റിഫിക് ആയിട്ട് കൊണ്ടുവരാൻ കാരണം നേരത്തെ പറഞ്ഞ നോബൽ പ്രൈസും 1961 സ്പേസിലേക്ക് പോയി തിരിച്ചു വന്ന ഓസ്ട്രേലിയകളുടെ മസ്കുലാർ ടോൺ ഡിസോർഡർ ആയപ്പോ നാസ എന്ത് ചെയ്തു, അതിനെ വീണ്ടും എന്ത് ചെയ്തു, അതിനെ കുറിച്ച് പഠിക്കുകയും അത് അവിടെ കാണുന്ന റീഡിസ്കവേർഡ് ബൈ നാസ ഇന്ന് എല്ലാ ആൾക്കാരും ആരോഗ്യ സംരക്ഷണത്തിന്റെ യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. വാട്ട് ഈസ് ഹിസ്റ്ററി ഓഫ് ബയോ മാഗ്നറ്റിക് തെറാപ്പി, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ച കാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയാനുള്ളത് ഡോക്ടർ റോറിംഗ് മേയർ വാസ് എ മെഡിക്കൽ ഡോക്ടർ ഫോർ നാസ ഓസ്ട്രേലിയ. When Australia returned from missions beyond the Earth atmosphere, ഭൂമിക്ക് പുറത്തുള്ള അവരുടെ പിന്നെ സ്പേസിലേക്ക് പോയി തിരിച്ചു വന്ന സമയത്ത് they experienced lowered immune system എന്ത് കുറഞ്ഞു, as well as the shortening of one leg, ഒരു കാല് എന്ത് ചെയ്യും, നീളം കുറയും. ഈ സ്പേസിലേക്ക് പോയി വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത്. ഡോക്ടർ റോറിംഗ് മേയർ എന്ന് പറയുന്ന നാസയുടെ സയന്റിസ്റ്റ് ഡോക്ടർ ലുക്ക്ഡ് ക്ലോസ്ലി അറ്റ് ദ ഹെൽത്ത് സിസ്റ്റംസ് ആൻഡ് റിയലൈസ്ഡ് സിമിലാരിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ എനർജി ആൻഡ് electrical circuit. This inspired him to consider the ancient practice of utilizing magnets for health. അവിടെ നിന്നാണ് ഇന്ന് നാസ നിയോഡേമത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ച ഡോക്ടറുടെ പേര് ഡോക്ടർ റോറിംഗ് മേയർ എന്ന് പറയുന്ന നാസയുടെ ഓസ്ട്രേലിയകളുടെ ഡോക്ടറാണ്. അപ്പം ആളുകളോട് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, താഴെ കാണുന്ന പേരിലൊക്കെയുള്ള ആളുകളൊക്കെ നിങ്ങൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് തന്നെ കിട്ടും. ഡോക്ടർ ഇസാഖ് ഗോയ്സിന്റെ വെബ്സൈറ്റ് തന്നെയുണ്ട് മെക്സിക്കോയിലുള്ളത്. അതേപോലെ തന്നെ ഗോയ്സിന്റെ ഒരുപാട് പഠനങ്ങളാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ PhD എടുക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ലക്ഷങ്ങൾ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നാസക്ക് ആരാണ്, പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. നാസക്ക് ഈ നിയോഡിയം മാഗ്നറ്റ് സപ്ലൈ ചെയ്യുന്ന ഇപ്പൊ കോൺട്രാക്ട് എടുത്തിരുന്ന കമ്പനിയുടെ പേരാണ് ബോണ്ടിങ് പറയുന്നത്. ഈ ബോണ്ടിങ് എന്ന് പറയുന്ന UK ബേസ്ഡ് കമ്പനിയാണ് നാസക്ക് എന്ത് ചെയ്യുന്നത്, നിയോഡിയം മാഗ്നറ്റ് കൊടുക്കുന്നത്. നിയോഡിയം മാഗ്നറ്റ് നാസ അവരുടെ ഓസ്ട്രേലിയന്റെ ജാക്കറ്റിൽ ഇടാൻ വേണ്ടി മാത്രമല്ല, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പഠനം നടത്തിയിട്ടുണ്ട്. യൂസിങ് മാഗ്നറ്റിസം സയന്റിസ്റ്റ് ഡെവലപ്പ് എ പൊട്ടൻഷ്യലി ബെറ്റർ വേ ടു മേക്ക് ഓക്സിജൻ ഫോർ ഓസ്ട്രേലിയ ഇൻ സ്പേസ്. സ്പേസിൽ വെച്ച് ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി മാഗ്നറ്റിസം സാധിക്കും എന്നുള്ള പഠനം നാസ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അവിടുന്ന് എന്താ പറയാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ അളവ് കൂട്ടാൻ വേണ്ടി മാഗ്നറ്റിസം കൊണ്ട് സാധിക്കും. അപ്പൊ പല പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഡോക്ടർ ആൽബർട്ട് റോയ് ഡാവിസ് PhD വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് to claim that magnetic therapy had a potential to kill cancer cells and improve many chronic health conditions. ഇത്
ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. 6:54 ഓൾറെഡി സമയം. ഇപ്പൊ ഗ്ലൂക്കോമ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ക്യാൻസർ തടയാൻ പറ്റും, ക്യാൻസർ മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ എന്തുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ ഇതിന്റെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ദ കൊറിയൻ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ദ ജേർണൽ നേച്ചർ മെഡിക്കൽസ് describe the outside surface of every cell has receptors that act like a chemical lock. When appropriate chemical interaction with the receptor like key to unlock activity with the cell, activating the receptor called death receptor for releasing a significant. എന്ന് വെച്ചാൽ കോശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പറ്റും, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ സാധിക്കും. അപ്പോ എന്ത് ചെയ്യും, നല്ല ലൈഫ് ഉണ്ടാവും. അതേപോലെ തന്നെ ജപ്പാനിൽ എന്തുണ്ട്, ആർത്രൈറ്റിസിന് അതിന്റെ വേദനകൾ മാറ്റിയെടുക്കാൻ, സ്റ്റിഫ്നെസ് മാറ്റിയെടുക്കാൻ എന്തുണ്ട്, മാഗ്നറ്റിക് തെറാപ്പി സാധിച്ചിരുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ്, നിയോഡിയം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് 60ാമത്തെ മൂലകം, നാച്ചുറലാണ്, എക്സ്റ്റേണൽ യൂസ് ആണ്, നോ സൈഡ് എഫക്ട്, സ്ട്രോങ്സ്റ്റ് മാഗ്നറ്റ്. ഇത് വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇത് വെബ്സൈറ്റ് ആണ്, നേരത്തെ ഞാൻ കാണിച്ച സെയിം വെബ്സൈറ്റ്. അത് ദ യൂസ് ഓഫ് നിയോഡിയം മാഗ്നറ്റ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ദർ എഫക്ട് ഓൺ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു തീസിസ് തന്നെ ഉണ്ട്, റിപ്പോർട്ട് തന്നെ ഉണ്ട്. ഇത് നമ്മുടെ മാഗ്നറ്റിനെ കുറിച്ചുള്ള മാഗ്നറ്റിക് എനർജി നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈച്ച് സെൽ ഹാസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീൽഡ് ഇൻ ദ DNA. DNA എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. സെൽ ഡിവിഷൻ ഈസ് എ പ്രോസസ് റെസ്പോൺസിബിൾ ടു കീപ്പിംഗ് ദ ബോഡി ഹെൽത്തി ആൻഡ് റിജുവിനേറ്റഡ്. നമ്മുടെ സെൽ എന്ത് ചെയ്യണം അല്ലെ, ഓരോ സെല്ലും മാറി പുതിയ പുതിയ സെല്ലുകളായിട്ട് വരുന്ന സമയത്താണ് ഹെൽത്തി ആകുന്നത് അല്ലെ. ദ ഫോഴ്സ് വിച്ച് ആക്ടിവേറ്റ് ദ ഫോർമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സെൽ ഈസ് മാഗ്നറ്റിക് എനർജി. ഈ സെല്ലുകള് എന്ത് ചെയ്യുന്നു, ജനിക്കുന്നു, എന്ത് ചെയ്യുന്നു, നശിക്കുന്നു, പുതിയത് ജനിക്കുന്നു, അതിന്റെ മൾട്ടിപ്ലിക്കേഷനും ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരു എനർജി, ഒരു ഫോഴ്സ് ആവശ്യമാണ്. അത് മാഗ്നറ്റിസമാണ്. അതാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആന്റി ഏജിങ് ആണ് എന്ന് പറയുന്നത്. ദ പ്രോപ്പർ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് ഓൾ ഓർഗൻസ്, എല്ലാ ഓർഗൻസിന്റെയും സിസ്റ്റത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, അതിന്റെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് എനർജി കൂടിയേ തീരും. അതും ആവശ്യത്തിന് മാഗ്നറ്റിക് എനർജി. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അഡിക്വേറ്റ് മാഗ്നറ്റിക് എനർജിയാണ്. കുറച്ച് കിട്ടിയിട്ട് കാര്യമില്ല. കുറച്ച് കിട്ടിയതാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അസുഖം മാറുന്നത് എന്തുകൊണ്ടാ, നമ്മുടെ പ്രൊഡക്റ്റില് ആവശ്യത്തിനുള്ള മാഗ്നറ്റിക് എനർജി ഉണ്ട്. നമ്മുടെ MD വാക്ക് കടമെടുത്താൽ 4 ഗുണ ജാത എന്ന് പറയാ അല്ലെ, സ്വിസ്സാർ കേൾക്കുന്നുണ്ട് ഇത്. അപ്പോ അത്രത്തോളം എന്താണ്, പെർഫെക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളത്. Magnetism is essential for the body's electromagnetic activity and plays a major role in health and disease എന്നാണ്. അപ്പോ നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇത് കുറഞ്ഞു പോകാനുള്ള കാരണം 500 കൊല്ലമായിട്ട് 50% മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഭൂമിക്ക് പുറത്തിപ്പോ കിട്ടുന്നുള്ളൂ എന്ന് പറയാൻ കാരണം, ഒന്ന് നമ്മളെ ഇൻഡോർ ലിവിങ്, വീടിന്റെ ഉള്ളിലുള്ള താമസമായി മാറി. പണ്ട് കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇരുമ്പിന്റെ കൂടാരങ്ങളായി, വാഹനങ്ങൾ വന്നു, റബ്ബർ ടയറുകൾ വന്നു. അപ്പോ അതിന്റെ ഭാഗമായി പിന്നീട് ഹൈഡ്രോ ലൈൻസ്, ഇലക്ട്രിക് ലൈനുകൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, റേഡിയോ, TV, മൊബൈൽ ഫോൺ, ഇതൊക്കെ വന്നപ്പോ നമ്മുടെ മാഗ്നറ്റിക് ഡെഫിഷ്യൻസി വന്നു എന്നുള്ളതാണ്. ഇത് ഒരു മനുഷ്യന്റെ മൂലകാരണം ഓക്സിജൻ ലെവലും ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ് പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയാൻ കാരണമാകുന്നത് മാഗ്നറ്റിക് എനർജി ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാ പറയാ. മാഗ്നറ്റിക് എനർജിക്ക് ഡെഫിഷ്യൻസി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് രോഗിയായി പോകുന്നത്. ഇവിടെ ഓരോ ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ലാക്ക് ഓഫ് മാഗ്നറ്റിസം ഇല്ലെങ്കിൽ സ്ട്രെസ്, മെന്റൽ ഡിസോർഡർ, തലവേദന, വാദം, മസിൽ പെയിൻ, ക്രോണിക് ഫാറ്റിക്, ക്ഷീണം, അലർജി, ഉറക്കമില്ലാത്ത അവസ്ഥ, വേദനകൾ, നീർക്കെട്ടുകള്, നമ്മുടെ വയറിന്റെ എന്താ പറയാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങള്, ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ച പോലുള്ള പ്രശ്നങ്ങള്, അങ്ങനെ ഈ ഒരുപാട് അസുഖങ്ങൾ വരും എന്ന് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. കെൻ വിയാങ്കോ എന്ന് പറയുന്ന ഒരു MD ഡോക്ടർ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള പഠനങ്ങളാണ് ഇതൊക്കെ എടുത്തു നോക്കിയാൽ. ഇന്ത്യയിൽ ഒരു ഡോക്ടർക്ക് ഇതിനൊന്നും സമയമില്ല. ഇൻ മാൻസ് സെർച്ച് ഫോർ എ യൂണിവേഴ്സൽ ക്യൂർ ഓൾ, ഒരു മനുഷ്യന്റെ പഠനം, എല്ലാ മനുഷ്യർക്കും കോമൺ ആയിട്ട് എന്ത് ചെയ്യാ, അസുഖം മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മാഗ്നറ്റിക് എനർജി മാത്രമാണെന്ന് മെഡിക്കൽ മാഗ്നറ്റ്സ് ബൈ ബാർബറ ഗോർഡൻ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് തെറാപ്പിസ്റ്റിന്റെ ബുക്കിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് കുറെ പഠനങ്ങളൊക്കെയാണ് ഈ ചൈനീസിൽ, ഹീബ്രുവിലും ഈജിപ്ഷ്യയിലൊക്കെ ഉള്ള മാഗ്നറ്റിക് തെറാപ്പി ആയിട്ടുള്ള കുറെ പഠനങ്ങൾ.
നമ്മളെ പ്രൊഡക്റ്റ് അല്ലെ, നമ്മൾ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെയിൻ റിലീഫ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇൻക്രീസ് ദ റിലീസ് ഓഫ് ബീറ്റ എൻഡോർഫിൻ, ദ ബോഡീസ് നേച്ചുറൽ പെയിൻ കില്ലർ എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും? നമ്മുടെ എൻഡോർഫിൻ എൻഹാൻസ് ചെയ്യും. ഇത് പറയുമ്പോ നമ്മളോട് വിവരമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആള് പറയും ഇത് തട്ടിപ്പാന്ന് പറയും. അപ്പൊ നിങ്ങൾ തോറ്റു. നിങ്ങൾ എന്ത് ചെയ്യും? കിടക്കം അടക്കി വെച്ചിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. അപ്പൊ പറയാൻ പറ്റണം. ഉപയോഗിച്ച് നോക്ക് സാറേ, ഒരു 3 ആഴ്ച ഉപയോഗിക്ക്, മാറ്റില്ലേ തിരിച്ചു കന്നേക്കും, പൈസ തിരിച്ചു കന്നേക്കാം, കഴിഞ്ഞു, ചാപ്റ്റർ അവിടെ കോസായി. അതെന്തുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ്? ഇതിൽ കിടക്കുമ്പോൾ എൻഡോർഫിൻ എൻഹാൻസ് ചെയ്യും. അപ്പൊ വേദന അറിയില്ല. നാച്ചുറലായിട്ട് എൻഡോർഫിൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മെറ്റീരിയലുള്ളൂ, അത് മാഗ്നറ്റിക് എനർജിയാണ്. ബ്ലോക്കിംഗ് ഓഫ് പെയിൻ മെസ്സേജ് ടു ദ ബ്രെയിൻ എന്ന് വെച്ചാൽ സാധാരണ ഒരു ഡൈക്ലോഫിനാക്കോ പാരസെറ്റമോളോ എന്തും കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വേദന ഇവിടെ ഉണ്ടാവും അല്ലെ, എവിടെയെങ്കിലും സ്വെല്ലിങ്ങിന്റെ വേദന ഉണ്ടാവും. പക്ഷെ ഇവിടുന്ന് സെൻസേഷൻ ബ്രെയിനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഇതേ പ്രോസസ്സ് റിസ്റ്റ് ബാൻഡ് കെട്ടിയാൽ നടക്കും. അപ്പൊ ഏതാ നല്ലത്? മറ്റേത് കിഡ്നി അടിച്ചു പോവും, ഇത് കിഡ്നിക്ക് ആരോഗ്യം കൊടുക്കും. അപ്പൊ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് കസ്റ്റമറെ മുന്നിൽ ഒരു ഓപ്ഷൻ വെച്ചിട്ട് തിരിച്ചു പോരും. എന്നിട്ട് അദ്ദേഹം ആലോചിച്ച് കുറച്ച് കഴിഞ്ഞ് വിളിക്കും, എന്നാ പിന്നെ ഒന്ന് തന്നേക്ക്, ഇപ്പൊ 10,700 മുടക്കുന്നുണ്ട്, അന്ന് 10 ലക്ഷം മുടക്കണം എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റണം. റിലാക്സ് ഇൻ ടെൻസ് മസിൽസ്, ഇൻക്രീസ് ദ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ സാധിക്കുമെന്ന്. 4000ഓളം പേഷ്യന്റിൽ ഇതൊക്കെ പഠനം നടത്തിയിട്ട് ഡോക്ടർ JV ബറോൺ MD മെഡിക്കൽ കൺവെൻഷൻ ഓഫ് ബെയ്ലർ കോളേജ് പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ ബുക്കിൽ. അല്ലാതെ ഏതോ ഒരാൾ വന്നിട്ട് സൂമിൽ രാവിലെ തന്നെ തള്ളുന്നല്ല. 90% ഓഫ് പീപ്പിൾ എക്സ്പീരിയൻസ്, 90% ആളുകൾക്കും അതിന് പെയിൻ റിലീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ അല്ലെ 400% എന്ന് പറഞ്ഞത്. മാഗ്നറ്റിക് തെറാപ്പി ക്യാൻ ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ത്രൂ ദ കാപ്പിലറീസ്, അതിസൂക്ഷ്മ രക്തക്കുഴലുകൾ ബൈ ആസ് മച്ച് ആസ് 400%. അപ്പോഴാണ് ആളുകൾക്ക് കണ്ണിന് കാഴ്ചശക്തി കിട്ടുന്നത്. ഡയബറ്റിക് വന്നിട്ട് ഡയബറ്റിക് ഫുഡിലേക്ക് കാലിന് തരിപ്പിനും മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസം കിട്ടുന്നത് അപ്പോഴാണ്. ഓക്കെ, ടോക്സിൻസിനെ എലിമിനേഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മാട്രസ് കിടക്കുമ്പോൾ കിട്ടും. അതുകൊണ്ടാണ് രണ്ടും കൂടി ലിങ്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഹെൽപ്പ് പ്രിവെന്റ് ആർട്ടീരിയൽ സ്ക്ലെറോസിസ്, ഹൈ കൊളസ്ട്രോൾ, സ്ട്രോക്ക് ആൻഡ് അതർ സർക്കുലേറ്ററി പ്രോബ്ലം. അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാഗ്നറ്റിക് എനർജി ഹാസ് എ ബെനിഫിഷ്യൽ എഫക്ട് ഓൺ ബ്ലഡ് സർക്കുലേഷൻ, ലിംഫ് ഫ്ലോ, ഹോർമോൺ പ്രൊഡക്ഷൻ, നെർവ്സ് ആൻഡ് മസിൽസിന്റെ ആരോഗ്യത്തിന്. ആരാ പറഞ്ഞത്? ഡോക്ടർ ഓൾഡ്രിച്ച് വാങ്കെ MD. മാഗ്നറ്റ്സ് ടു ഓവർകം പെയിൻ എന്നുള്ള ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. പഠിക്കേണ്ടവരൊക്കെ പോയി പഠിച്ചോട്ടെ. നിങ്ങൾ ഇത് വിറ്റാ മതി കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാണ്, ഇത് കേട്ടിട്ട് കൺഫ്യൂഷൻ ആവാൻ പോണ്ട, ഇതിന്റെ പിന്നാലെ പോണ്ട. അതേപോലെ ഒരു പ്രായം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ലോസ് ആയിട്ട് നമുക്കൊരു മൂവ്മെന്റ് കുറയുന്ന ഒരു അവസ്ഥ വരും. ഒരു 50-55 വയസ്സ് കഴിയുമ്പോൾ കാണാൻ പറ്റും. ചെറുപ്പക്കാരെ ഓടുന്നവർ ഓടാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രീമിയം മാട്രസ് ബെഡ് കിടന്നുറങ്ങുന്ന 65 വയസ്സ് 70 വയസ്സുള്ള ആളുകൾ, 16-18 വയസ്സുള്ള പിള്ളേർ ഓടുന്നവർ ഓടുന്നുണ്ട്. അതിന് പിന്നിൽ നടക്കുന്നത് അവരുടെ ഒപ്റ്റിമം എനർജി എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻക്രീസ്ഡ് എനർജി, ഒപ്റ്റിമം ബോഡി സ്ട്രെങ്ത്, ഇൻക്രീസ് സ്റ്റാമിന, സെൻസ് ഓഫ് വെൽബീങ്. ഇതും പറഞ്ഞിരിക്കുന്ന ഡോക്ടർ റാൾഫ് യു സെറ എന്ന് പറയുന്ന പവർ ഇൻ എ മാഗ്നറ്റിക് ഹീൽ. അവരുടെ ബുക്ക് ഒരുപാടുണ്ട്. അത് ഇന്റർനാഷണൽ ലെവലില് ബെസ്റ്റ് സെല്ലർ ബുക്കുകൾ വരെ എഴുതിയ ഒരു ഡോക്ടർ കൂടിയാണ് അവര്. ഡീപ്പ് റിജുവിനേറ്റിംഗ് സ്ലീപ്പ് എന്ന് വെച്ചാല് ഗാഠമായ നമ്മുടെ എന്താ പറയാ പുനർജനിപ്പിക്കുന്ന തരത്തിലുള്ള ഉറക്കം കിട്ടുന്ന പറയാ. നമ്മളെന്താ പറയാ, വെറുതെ വെക്കുമ്പോ നല്ല ഉറക്കം കിട്ടുന്നില്ല പറയുന്നത്. നിങ്ങൾ ഇനി മാറ്റി പറയണം. ഡീപ്പായിട്ടുള്ള പുനർജനിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉറക്കം കിട്ടും. ക്ലിയർ? ഓരോ കോശങ്ങളെയും പുനർജനിപ്പിക്കും ഇതിൽ കിടക്കുമ്പോ. അതേപോലെ തന്നെ റിലീഫ് ഫ്രം സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും നമുക്കൊരു എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, ഇനിയിപ്പോ 4 EMI മുടങ്ങിയ ആളുകൾ എന്നെ മുന്നിലിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് സ്ട്രെസ് കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ? നിങ്ങൾ എപ്പോഴും നോക്കിയാൽ നിങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. ഇനി ബ്രേസ്ലെറ്റ് കെട്ടുമ്പോൾ പെയിൻ റിലീഫ് ചെയ്യും. അതേപോലെ തന്നെ സ്ട്രെങ്തും സ്റ്റാമിനയും വർദ്ധിക്കാൻ സഹായിക്കുന്നു. ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്നു. പ്രൊമോട്ട് റിലാക്സേഷൻ. ഒരു ബോഡിയുടെ എന്ത് ചെയ്യും? ബ്രേസ്ലെറ്റ് കെട്ടുന്ന സമയത്ത് ഒരു ടോട്ടൽ ഉള്ളിൽ എന്ത് ചെയ്യും? എല്ലാ കോശങ്ങൾക്കും ഒരു റിലാക്സേഷൻ കിട്ടുന്നു. ബെറ്റർ സ്ലീപ്പ് കിട്ടുന്നു. ഒരു സ്റ്റൈലിഷ് ആണല്ലേ. ഇത് കെട്ടുന്ന സമയത്ത് നമുക്കൊരു അന്തസ്സില്ലേ? ഇത് കെട്ടാൻ എന്താ പറയാ, ഇത് കെട്ടി നടക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോടല്ല ഇത് കെട്ടുന്ന സമയത്ത് ഇത് ആത്മാഭിമാനമുള്ള ഒരാള് ഇത് കെട്ടുന്ന ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പ്രോജക്റ്റ്. അതേപോലെ റിലീഫ്സ് പെയിൻ, അതായത് പോസിറ്റീവ് തിങ്കിങ്. One of the reason people benefit from wearing magnetic bracelet doesn't have എന്താ പറയാന്ന് വെച്ചാൽ എപ്പോഴും നല്ല പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കും ആളുകൾ ഇത് ധരിക്കുന്ന സമയത്ത്. അത് ഹോർമോൺ ബാലൻസ് ചെയ്യപ്പെടുന്നതാണ്. വെള്ളം കുടിക്കുമ്പോൾ ഡൈജഷൻ പ്രോപ്പർ ആക്കും,
ടോക്സിൻസിന് പുറത്തേക്ക് പോകും. അതേപോലെ തന്നെ കിഡ്നി സ്റ്റോണ്, ഗാൾ ബ്ലാഡർ സ്റ്റോണ്, ആർട്ടീരിയൽ സിറോസിസ് ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. ന്യൂട്രീഷ്യൻസിന്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും, കറക്റ്റ് ആക്കുന്നു. ഇതൊക്കെയാണ് ഈ വെള്ളം കുടിക്കുന്ന ഗുണം. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നോർമൽ സെല്ല് എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും, ലെഫ്റ്റ് സൈഡ് കാണുന്ന പോലെയായിരിക്കും, ഹാർഡ് ടു അബ്സോർബ്. അതിന്റെ എന്താ പറയാ, ഈ സെല്ല് 15-16 തന്മാത്രകൾ കൂടി വെള്ളത്തിന്റെ കണികകൾ നിൽക്കുന്നത് അതിനെന്ത് ചെയ്യും, 5-6 തന്മാത്രകളാക്കി മൈക്രോ ക്ലസ്റ്ററിങ് അതിസൂക്ഷ്മ കണികകളാക്കി വിഘടിപ്പിക്കുമ്പോൾ നമ്മുടെ സെല്ലിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ സെല്ലിന് ഒരു വായുണ്ട് അല്ലേ, മൗത്ത്. പക്ഷെ അതിലേക്ക് ഭക്ഷണം ഉണ്ട്. പക്ഷെ ഭക്ഷണം ഒരു ഫുൾ ചിക്കൻ ആണെങ്കിൽ കഴിക്കാൻ പറ്റുമോ? കുറച്ച് കഴിക്കണ്ടേ? അപ്പൊ അതിനെ പീസാക്കിയിട്ട് തന്നാൽ എന്തായി, ഈസി ആയിട്ട് ചവച്ചരച്ച് കഴിക്കും. ഇതേപോലെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ. ഇതേപോലെ എന്ത് ചെയ്യും, വെള്ളത്തിന്റെ കണികകളെ അതിസൂക്ഷ്മ കണികളായി നിൽക്കുമ്പോൾ ഈ നമ്മുടെ സെൽ മെംബ്രൻസിന്റെ ഉള്ളിലേക്ക് അത് പെൻട്രേറ്റ് ചെയ്ത് കയറിക്കും. അപ്പൊ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറത്തെടുത്ത് കളയാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് വാട്ടർ കഴിക്കുമ്പോൾ സഹായിക്കും. അത് സിമ്പിൾ ആണ്. ഇനി അത് എന്ത് ചെയ്യാ, ഇത് 2 ചിത്രങ്ങൾ കാണാൻ പറ്റും. ഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷന്റെ ചിത്രം വലത് ഭാഗത്ത് കാണുന്നത്. ഒന്ന് മാഗ്നറ്റിക് വാട്ടർ ഉപയോഗിച്ച ചെടി എന്ത് ചെയ്തു, വളരെ നന്നായിട്ട് എന്ത് ചെയ്തു വളർന്നു വന്നതും മറ്റേത് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ പ്ലാന്റ്, നമ്മുടെ ചെടികൾക്ക് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന കുറെ മാറ്റങ്ങൾ. ഇത് വേൾഡ് ജേർണൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. ഇത് എന്ത് ചെയ്യുന്നത്, പ്രൊഫസർ ഡോക്ടർ ധ്രുവോ ജ്യോതിസൻ നിങ്ങൾ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ. ഇതിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെയാണ്. ഇതില് നിങ്ങൾക്ക് 46 കാരണങ്ങൾ എന്തിന് നിങ്ങൾ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കഴിക്കണം. സ്ക്രീൻഷോട്ട് എടുത്തോ, എന്നിട്ട് വീട്ടിലിരുന്ന് പഠിക്കേ. ഓക്കെ. വാട്ടർ മാഗ്നറ്റ്, ഈ വാട്ടറിന്റെ മുന്നിൽ മാഗ്നറ്റിക് എന്ന് കൂട്ടി വായിച്ചാൽ മതി, ഞാൻ മാറ്റിയതാ. വാട്ടർ ഈസ് ദ ബെസ്റ്റ് ലൂബ്രിക്കേറ്റിംഗ് ലാക്സാക്റ്റീവ് ആൻഡ് പ്രിവെന്റ്സ് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം എന്ത് ചെയ്യും, തടയാൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ എന്ത് വേണം, ലൂബ്രിക്കേറ്റ് ലാക്സാക്റ്റീവ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് ആളുകൾക്ക് എന്ത് ചെയ്യുക, മലം പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ മലബന്ധം വരുന്നത്. അപ്പൊ അതിനെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് വാട്ടർ ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ വായിച്ച് പഠിച്ചാൽ. ഇതിനെ എന്ത് ചെയ്യുക, ഗൂഗിൾ എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് മലയാളം കൊടുത്താൽ മതി, കംപ്ലീറ്റ് ഇതിന്റെ മലയാളം കിട്ടും. ആരെങ്കിലും ഒരാൾ മലയാളത്തിലാക്കിയിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്ക്. ബെനിഫിറ്റ് ബ്രേസ്ലെറ്റ് കിട്ടുമ്പോൾ ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇങ്ങനെയുള്ള കുറെ പൊട്ടുകൾ നമുക്കുണ്ടല്ലേ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളൊക്കെയാണ്. നേരത്തെ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇത്. അക്യൂപ്രഷർ ആൻഡ് അക്യൂപങ്ക്ചർ ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. രാജസ്ഥാൻ എന്താ പറയാ, രാജസ്ഥാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഞാനിതിനെ പറ്റി പഠിക്കുന്നത്. പക്ഷെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊന്നുമല്ല, നമ്മുടെ പ്രൊഡക്റ്റാണ് ഏറ്റവും ടോപ്പ്. അതുകൊണ്ട് പഠിക്കാനൊന്നും ആരും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് അല്ല അവർ പഠിപ്പിക്കുന്നത്. അവരിപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള ഈ കല്ലിന്റെ ഒരു നീലക്കല്ലും ഒരു ചുവന്ന കല്ലും തന്ന് വേദന ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പിടിപ്പിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പഠനങ്ങളാണ് നടക്കുന്നത്. സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും കാര്യമില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമുക്ക് ആവശ്യം പണമാണ്. ആ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സർക്കസുകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേട്ടിരിക്കുന്ന 205 ആളുകളുടെ കോൺഫിഡൻസിന് ഇത് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊന്നും കസ്റ്റമറെ മുന്നിൽ പോയി സംസാരിക്കാനുള്ളതല്ല, വാദിക്കാനും ജയിക്കാനുമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്, അറിയാനും അറിയിക്കാനുമാണ് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് വളരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്ന് കോഴിക്കോട് BOP ആണ്. അവിടെ എല്ലാവരും ആരെ ഗസ്റ്റിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ വരണം. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരാളെ പോലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വരണം. 4 BOPക്ക് നിങ്ങൾ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ 5ാമത്തെ BOPക്ക് നിങ്ങൾ അവിടെ ഒരു ബംഗാളിയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. താങ്ക് യു. താങ്ക് യു സാർ. ഇവിടെ വലിയൊരു ടോപ്പിക്കാണ് പറഞ്ഞു തന്നത്. വർഷങ്ങളോളം നമ്മൾ പഠിച്ചാൽ പോലും തീരാത്തൊരു ടോപ്പിക്കാണ് ബയോമാഗ്നറ്റിസം. അതാണ് സാറ് ഇവിടെ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് കാച്ചിക്കുറുക്കി നമുക്ക് ഓരോ സ്ലൈഡും തന്നുകൊണ്ട്, അതായത് നമുക്ക് ഓരോ തെളിവോട് കൂടിയാണ് സാർ ഇവിടെ നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിവിടെ പറഞ്ഞു തന്നതിന് സാറിന്റെ ആ ഒരു വലിയ മനസ്സിന് നമ്മളെല്ലാവരും ഒരു ഡിജിറ്റൽ ക്ലാപ്പിലൂടെ എല്ലാവരും ഒരു നന്ദി അറിയിക്കുക. ഓക്കെ, താങ്ക് യു മിനിഷർ. ഓക്കെ, താങ്ക് യു സർ. സമയപ്പറ്റി
സാറേ ഒരു സംശയം തീർക്കാനാ. ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം, ഉത്തരം പ്രതീക്ഷിക്കരുത്, അറിയുന്നതാണെ പറയാം. അല്ല, ഈ പറഞ്ഞത് തന്നെ ഒരു വിശദീകരണത്തിന് വേണ്ടിയാ. ഓക്കെ, 3 തരത്തിലുള്ള മാഗ്നറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ വ്യത്യാസം ഒന്ന് കുറച്ചും കൂടെ. അതൊന്നുമില്ല, 3നെ പറ്റി ഈ 3ലേക്ക് പോകണ്ട, 2 എടുത്താൽ മതി. ഒന്ന് പെർമനന്റ് മാഗ്നറ്റും ഒന്ന് സ്ഥിരമല്ലാത്തത്, ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റ്. ഈ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ മാഗ്നറ്റ്. മറ്റേത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് ശരീരത്തിന് ഹാംഫുൾ ആണ്. ഈ സ്പീക്കറിന്റെ വേക്കിലൊക്കെ കാണുന്ന കാന്തയില്ലേ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറുകളിൽ ടോയ്സിലൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാല് ഈ ഇലക്ട്രിക് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം മാഗ്നറ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതാണ് 3ാമത്തത്. അത് മനസ്സിലാക്കേണ്ട ആവശ്യം തന്നെ നമുക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ്. ഞാൻ പിന്നീട് മനസ്സിലായിക്കോളാം. ഇപ്പൊ നല്ല ശബ്ദം നന്നായി കേൾക്കുന്നില്ല, എന്തോന്നും അറിയില്ല. ഓക്കെ, സാറിനെ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. നമുക്ക് സമയ പരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. സോറി. നമുക്കറിയാം മിനി സാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവർക്കും സാറ് പറഞ്ഞതുപോലെ എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് എന്തായാലും കേട്ടിട്ടുണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവും. അറിവ് കൂടുന്തോറും നമ്മൾക്ക് സംശയങ്ങൾ കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിനി സാറോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇനിയും നല്ല ഇതേപോലെയുള്ള ഇതേ ടോപ്പിക്കുമായിട്ട് തന്നെ സാറ് നമ്മളോടൊപ്പം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സംശയം എനിക്ക് ഇതിന് ടൈം കിട്ടിയില്ല എന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് ഏറ്റവും സംശയം ദൂരീകരിച്ചു തരാൻ നമ്മുടെ കൂടെ സാർ ഉണ്ടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. യാത്രയിലാണ് എന്നെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മാഡം തന്നെ ക്ലോസ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വെറൈറ്റി വെക്കട്ടെ. നമുക്ക് സുജിത് സാറിന്റെ ബോംബെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിനെ വിളിച്ച്. സുജിത് സാർ ഫ്രീ ആണോ? ഓക്കെ, BOP ആയതുകൊണ്ടാണ് മനോജ് സാറിന് ഈ ഒരു സൂമിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. സാറ് യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇന്നൊരു ഇരിട്ടി മധുരം എന്നൊക്കെ പറയും അല്ലെ, അതേപോലെ ഒരു ഇരിട്ടി മധുരം നുകരാൻ വേണ്ടി വന്നിരിക്കുന്ന കുറെ ആളുകൾ നമുക്ക് ഇന്നൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് സുജിത് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ തലശ്ശേരി സ്വദേശിയാണ്. സാറ് നമ്മുടെ കമ്പനിയില് നമ്മളെ ഒപ്പം, അതായത് ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. സാറ് നമ്മുടെ ഹെഡ് ഓഫീസായിട്ടുള്ള ബോംബെയില് വർക്ക് ചെയ്യുന്നുണ്ട്. സാറ് ഇന്ന് നമ്മുടെ ഈ ഒരു സൂം വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ഈ ഒരു സൂം പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. മാഡം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ നന്നായിട്ട് മനീഷ് സാറ് മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് വളരെ മനസ്സിലാവുന്ന ഭാഷയിൽ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒരുപാട് കൺഫ്യൂഷൻ ഒരു പക്ഷേ ഉണ്ടാവാം, കുഴപ്പമില്ല. അത് പക്ഷെ നിങ്ങൾ സ്റ്റഡി ചെയ്യണം. നിങ്ങളുടെ സെൽഫ് സ്റ്റഡി എപ്പോഴും വേണം. സെൽഫ് സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് അതിനെപ്പറ്റി പഠിക്കാനും പിന്നെ അനുഭവിക്കാനും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മനീഷ് സാറ് ഇത്രയും, ഞാൻ മനീഷ് സാറിന് തികച്ചും അഭിനന്ദിക്കുകയാണ്. അതായത് വളരെ 100% അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരാൻ അദ്ദേഹം വളരെ ശ്രമിച്ചിരുന്നു. വളരെ പല സ്റ്റഡീസും പല കാര്യങ്ങളും അദ്ദേഹം എടുത്തു നിങ്ങളുടെ അടുത്ത് തന്നു. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ഒരു പെയിൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വേദനയാണ്. വളരെ കൺവിക്ഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒരു ഡിറ്റർമിനേഷൻ കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സാറിന്റെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് മനീഷ് സാർ. നമ്മുടെ കൂടെ ഉണ്ട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ. അപ്പൊ ഞാൻ എപ്പോഴും കഴിയുന്നതൊക്കെ ഞാൻ സൂമിൽ വരാറുണ്ട്. പക്ഷെ ചില സമയത്ത് വരാൻ പറ്റില്ല, അതൊക്കെ വേറൊരു പ്രശ്നം. ഈ ഒരു കാര്യത്തെപ്പറ്റി, മാഗ്നറ്റിസത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിന് മനീഷ് സാറിന് ഒരുപാട് നന്ദി. കാരണം ഞാനും പല കാര്യങ്ങളും മനീഷ് സാറിന്റെ അടുത്ത് നിന്ന് പഠിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കറിയാത്ത പല കാര്യങ്ങളും കൂടെ ഞാൻ ഇന്ന് മനീഷ് സാറിന്റെ അടുത്ത് പഠിച്ചു. അത് വളരെ ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇന്നത്തെ ക്ലോസിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഷൻ ഒരിക്കലും ക്ലോസ് ആവാറില്ല. അതാണ് ഏറ്റവും ശരിയായ ഒരു കാര്യം. നമ്മൾ എപ്പോഴും ആക്റ്റീവാണ്. ഒരിക്കലും ക്ലോസ് ആവാത്തൊരു കാര്യമാണ് നമ്മുടേത്. മാഗ്നറ്റിസം ഒരിക്കലും പിന്നെ നിൽക്കാൻ പോകുന്ന കാര്യമല്ല. അതുപോലെ ഈ ബാറ്ററിയും ഒരിക്കലും സ്റ്റോപ്പ് ആവാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരും അത് ഏറ്റെടുത്ത് നടത്തുക, നല്ലതുപോലെ ഗ്രോത്ത് ചെയ്യുക. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സ്വന്തം ഗ്രോത്തും അതുപോലെ നമ്മുടെ കൂടെ എടുക്കുന്ന എല്ലാവരുടെയും ഗ്രോത്താണ്. അങ്ങനെ എല്ലാവരുടെയും വളർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഗതി നമുക്കായിട്ട് എത്തിച്ചെന്ന സാഗർ ജോഷി സാറിന്റെ വളരെ നല്ലൊരു മനസ്സിന് നമുക്ക് എപ്പോഴും നന്ദി പറയണം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരിക്കണം.
അത് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെഷൻ വളരെ നന്നായിട്ട് സാർ ചെയ്തു. താങ്ക് യു വൺസ് അഗൈൻ. എന്നെ ഇതിനെ വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ കാരണം സമയപരിധിയുണ്ട്. എല്ലാ കാര്യവും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഒരു സമയത്ത് താങ്ക് യു സോ മച്ച് സാർ. സന്തോഷം. ഏതായാലും നമുക്ക് വീണ്ടും അടുത്ത മാസം കാണാം നേരിട്ട്. ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം കാണും. അതെ അതെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാണാം. താങ്ക് യു. താങ്ക് യു.